you're there. Your shadow has been following me ever since I was small. Don't be afraid. I am not afraid. Then come out. Then you'll be afraid. ഹായ്, മലയാളം ഫിലിമി ടോക്ക് 23ലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാൾട്ട് ഡിസ്നി 2014 പുറത്തിറക്കിയ ഡാർക്ക് ഫാന്റസി അഡ്വഞ്ചർ ഫിലിമായ മെലഫിസന്റ് ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കിടിലൻ ഗ്രാഫിക്സ് ഉള്ള ഈ സിനിമയിൽ ആഞ്ചലീന ജോളിയാണ് ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അധികാരമോഹിയായ ഹെൻറി രാജാവ് ഭരിക്കുന്ന മനുഷ്യന്മാരുടെ രാജ്യത്തെയും അത്ഭുത സിദ്ധികളുള്ള കുറേ ജീവികൾ താമസിക്കുന്ന ഒരു സുന്ദര മാന്ത്രിക കാടിന്റെയും അവിടെയുള്ള മെലഫിസന്റ് എന്ന ചിറകുള്ള മാന്ത്രിക സ്ത്രീയുടെയും കഥയാണ് ഇതിൽ പറയുന്നത്. കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന സിനിമയാണ് ഇത്. മെലഫിസന്റ് ജീവിക്കുന്ന ആ സുന്ദരമായ കാടിന്റെ പേരാണ് മൂർസ്. അവിടെയുള്ള എല്ലാവർക്കും മാന്ത്രിക ശക്തികളുണ്ട്. അതിൽ ഏറ്റവും അധികം കഴിവുള്ളത് മെലഫിസന്റ് എന്ന നമ്മുടെ സുന്ദരിയായ ആഞ്ചലീന ജോലിക്കാണ്. സിനിമയുടെ ആദ്യം കാണിക്കുന്നത് കൗമാരപ്രായക്കാരിയായ മെലഫിസന്റിനെയാണ്. തലയിൽ 2 കൊമ്പും വലിയ ചിറകുകളുമുള്ള അവളെ കാണാൻ ഒരു മാലാഖയെ പോലെയുണ്ട്. ഈ കഥയിൽ വളരെ പ്രാധാന്യമുള്ള 3 ഫെയറി കഥാപാത്രങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. അവർ പറക്കാൻ കഴിവുള്ള, നമ്മുടെയൊക്കെ കൈപ്പത്തിയുടെ അത്രയും മാത്രം വലുപ്പമുള്ള ജീവികളാണ്. ഇവരുടെ പേരെന്തോ കൊനഷ്ട പിടിച്ച പേരാണ്. ഞാൻ ഇവരെ റോസ്, ഗ്രീൻ, ബ്ലൂ എന്ന് വിളിക്കും. കാരണം ഇതാണ് അവരുടെ ഡ്രസ്സിന്റെ കളർ. അതുപോലെ മൂർസിൽ ആ നിറത്തിലുള്ള പൂക്കളെ റെപ്രസെന്റ് ചെയ്യുന്നതും ഇവരാണ്. മൂർസിൽ എന്ത് സംഭവിച്ചാലും അവിടെ മെലഫിസന്റ് പറന്നെത്തും. അവൾ അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. കാരണം മൂർസിലെ ഏറ്റവും ശക്തിശാലി അവളായിരുന്നു. ഒരു ദിവസം നമ്മുടെ റോസും ഗ്രീനും ബ്ലൂവും മെലഫിസന്റിനോട് മൂർസിൽ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. മെലഫിസന്റ് ആ മനുഷ്യനെ കാണാൻ ചെന്നപ്പോൾ അയാൾ ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചു നിൽക്കുകയാണ്. പുറത്തു വരാൻ നിർബന്ധിച്ചപ്പോൾ അയാൾ പുറത്തു വരുന്നു. അവന് മെലഫിസന്റിന്റെ അത്രയും പ്രായമുള്ളൂ. മൂർസിലെ നദിയുടെ മറുകരയിലെ മനുഷ്യന്മാരുടെ രാജ്യത്ത് നിന്നും വന്ന അവന്റെ പേര് സ്റ്റെഫാൻ എന്നായിരുന്നു. അവൻ മൂർസിൽ നിന്നും മോഷ്ടിച്ച ഒരു മാന്ത്രിക കല്ല് മെലഫിസന്റ് തിരിച്ചു വാങ്ങി നദിയിലേക്ക് എറിയുന്നു. എന്നിട്ട് അവന് മൂർസിൽ നിന്നും പുറത്തു പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. മനുഷ്യരുടെ രാജ്യം ഭരിച്ചിരുന്ന ഹെൻറി എന്ന പേരുള്ള രാജാവായിരുന്നു. അദ്ദേഹം ഈ മൂർസ് എങ്ങനെയും പിടിച്ചടക്കാനുള്ള ഒരു പ്ലാനിലായിരുന്നു. സ്റ്റെഫാൻ താൻ അനാഥനാണെന്ന് മെലഫിസന്റിനോട് പറയുന്നു. മെലഫിസന്റിന്റെ മാതാപിതാക്കൾ മരിച്ചുപോയി എന്ന് അവൾ അവനോട് പറയുന്നു. താൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നാൽ മെലഫിസന്റിനെ കാണാൻ പറ്റുമോ എന്ന് സ്റ്റെഫാൻ ചോദിക്കുന്നു. അങ്ങനെയുള്ള വരവ് അപകടം പിടിച്ചതാണെന്ന് അവൾ പറഞ്ഞിട്ടും താൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് സ്റ്റെഫാൻ അവൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. പെട്ടെന്ന് അവളുടെ കൈ പൊള്ളിയതുപോലെ അവൾ കൈ പിൻവലിക്കുന്നു. കാരണം സ്റ്റെഫാന്റെ കയ്യിൽ ഇരുമ്പിന്റെ ഒരു മോതിരം ഉണ്ടായിരുന്നു. ഇരുമ്പ് അവളുടെ ശരീരത്തിൽ തൊട്ടാൽ തൊടുന്ന ഭാഗം തീ പിടിച്ചതുപോലെ ദഹിച്ചു പോകുമെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവൻ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം അവൻ പലതവണ അവിടെ വന്നിട്ടുണ്ട്. അവർ നല്ല സുഹൃത്തുക്കളായി. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ആ സുഹൃത്ത് ബന്ധം പ്രേമമായി മാറി. മനുഷ്യരും മൂർസിലുള്ളവരും ശത്രുക്കളാണെന്ന കാര്യമൊക്കെ അവർ മറന്നുപോയി. മെലഫിസന്റിന് 16 വയസ്സായപ്പോൾ അവർ പരസ്പരം ഉമ്മ വെക്കുന്നു. അവരുടെ സ്നേഹം ആർക്കും തകർക്കാൻ പറ്റാത്തതായിരുന്നു. പിള്ളേർ ഉമ്മ വെക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുവായി. കാലം കടന്നുപോയി. മെലഫിസന്റ് ഒരു വലിയ പെണ്ണായി. ഇപ്പോൾ അവളാണ് മൂർസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അതായത് മൂർസിന്റെ സംരക്ഷക അവളായിരുന്നു. ഇപ്പോൾ സ്റ്റെഫാൻ രാജാവിന്റെ കൊട്ടാരത്തിലെ ജോലിക്കാരനാണ്. മെലഫിസന്റ് അയാളുടെ വരവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അയാൾ കുറെ വർഷങ്ങളായി മൂർസിൽ വന്നിരുന്നില്ല. അത്യാർത്തി പിടിച്ച ഹെൻറി രാജാവ് ഒരിക്കൽ മൂർസ് ആക്രമിച്ച് കീഴ്പ്പെടുത്താനായി തന്റെ സൈന്യവുമായിട്ട് വരുന്നു. ഇതറിഞ്ഞ മെലഫിസന്റ് അവർ മൂർസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ തടയുന്നു. ഇനി മുന്നോട്ട് പോകരുതെന്ന അവളുടെ ആജ്ഞ ഹെൻറി രാജാവ് കേൾക്കുന്നില്ല. കാരണം രാജാവ് ആരുടെയും ഉത്തരവ് കേൾക്കാറില്ല, മറിച്ച് രാജാവ് പറയുന്നത് എല്ലാവരും അനുസരിക്കണമെന്ന് ഹെൻറി പറയുന്നു. അങ്ങനെ അനുസരിക്കാൻ താൻ എന്റെ രാജാവല്ല എന്ന് മെലഫിസന്റ് ഹെൻറിയോട് പറയുന്നു. ഇതിൽ ദേഷ്യം പിടിച്ച രാജാവ് പടയാളികളോട് മെലഫിസന്റിന്റെ തല അറുത്തു കൊണ്ടുവരാൻ പറയുന്നു. പടയാളികൾ മുന്നോട്ട് വന്നതും മൂർസിൽ നിന്ന് അവിടെയുള്ള വിചിത്ര രൂപമുള്ള ജീവികളെല്ലാം ഇറങ്ങി വന്ന് പടയാളികളുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഇതിനിടയിൽ മെലഫിസന്റും ഹെൻറിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഹെൻറി രാജാവിന് സാരമായിട്ടുള്ള പരിക്കുകൾ വരുന്നു. ഇത് കണ്ട് പേടിച്ചിട്ട് പടയാളികൾ രാജാവിനെ എടുത്തുകൊണ്ട് അവിടെ ഒന്ന് ഓടിപ്പോകുന്നു. കാര്യമായ മുറിവുകൾ പറ്റിയ ഹെൻറി രാജാവ് കൊട്ടാരത്തിൽ കിടപ്പിലായി. രാജാവിന് തന്റെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോൾ കൊട്ടാരത്തിലുള്ളവരോട് ഇങ്ങനെ പറയുന്നു. അതായത് രാജാവ് കിരീടധാരണം കഴിഞ്ഞ സമയത്ത് രാജ്യത്തെ പ്രജകൾക്കൊരു വാക്ക് കൊടുത്തിരുന്നത്രേ. മൂർസ് രാജ്യം പിടിച്ചടക്കുമെന്നും അവിടെയുള്ള നിധിയെല്ലാം ഇവരുടേതാകുമെന്നും ആ വാക്കു പാലിക്കാൻ പറ്റാതെ മരിച്ചാൽ അത് വളരെ വലിയ അപമാനമാണെന്നും രാജാവ് പറയുന്നു. അതുകൊണ്ട് ആര് മെലഫിസന്റ് എന്ന ആ ചിറകുള്ള ജീവിയെ കൊല്ലുന്നോ അവർക്ക് മകളെ കെട്ടിച്ചു കൊടുക്കുമെന്നും അങ്ങനെ അയാൾ ഈ രാജ്യത്തിന്റെ രാജാവാകുമെന്നും ഹെൻറി വാക്കു കൊടുക്കുന്നു. ഇത് സ്റ്റെഫാനും കേൾക്കുന്നു.
ഇക്കാര്യം തന്നേക്കാൾ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നറിയാവുന്ന സ്റ്റെഫാൻ മൂർസിലേക്ക് പോകുന്നു. അവൻ അവിടെ മെലഫിസന്റിനെ കാണുന്നു. വളരെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് അവൻ വന്നതെങ്കിലും അവൾ അവനോട് ക്ഷമിക്കുന്നു. കാരണം അവൾ അവനെ അന്ധമായിട്ട് സ്നേഹിച്ചിരുന്നു. അതുപോലെ മനുഷ്യരുടെ തന്ത്രങ്ങളെക്കുറിച്ച് അവൾക്ക് അറിയത്തുമില്ലായിരുന്നു. ഹെൻറി രാജാവ് അവളെ കൊല്ലാൻ പ്ലാൻ ഇടുന്നെന്നും അതിനാൽ അവൾ സൂക്ഷിക്കണമെന്നൊക്കെ അവളോട് സ്റ്റെഫാൻ പറയുന്നു. ഇത് മെലഫിസന്റ് വിശ്വസിക്കുന്നു. കാരണം അവനും അവളെ ഇഷ്ടമാണെന്ന് അവൾക്കറിയാം. അവർ കാട്ടിലിരുന്ന് രാത്രിയിൽ ഏറെ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ സ്റ്റെഫാൻ അവൾക്ക് വൈൻ പോലെ എന്തോ ഒന്ന് കുടിക്കാൻ കൊടുക്കുന്നു. അവൾ അത് കുടിക്കുന്നു. അതിൽ മയങ്ങാനുള്ള മരുന്ന് ചേർത്തിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞതും അവൾ ബോധമില്ലാതെ ഉറങ്ങാൻ തുടങ്ങി. ആ സമയം സ്റ്റെഫാൻ അരയിൽ നിന്നും ഒരു കത്തി എടുത്തിട്ട് അവളെ കുത്താൻ വേണ്ടി ഓങ്ങുന്നു. പക്ഷേ അവൻ അത് ചെയ്യാനുള്ള മനസ്സ് വന്നില്ല. അവൻ കുറച്ചുനേരം ആലോചിച്ചിരുന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചങ്ങല പോലെയുള്ള ഇരുമ്പിന്റെ ആയുധം കൊണ്ട് അവളുടെ ചിറക് മുറിച്ചു കളയുന്നു. രാവിലെ ഉറക്കം തെളിഞ്ഞപ്പോഴാണ് തന്റെ ചിറക് സ്റ്റെഫാൻ മുറിച്ചെടുത്തതായിട്ട് മെലഫിസന്റിന് മനസ്സിലാകുന്നത്. ഇതറിഞ്ഞ് അവൾ കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി. കാരണം താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നവൻ തന്നെ ചതിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ തന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാന ഭാഗമായിരുന്ന ചിറക് പോയതും അവൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. ഈ ചിറകാണ് മൂർസിൽ അവളെ മറ്റുള്ളവരിൽ നിന്നും ഒരു പടി മുകളിൽ നിൽക്കാൻ സഹായിച്ചിരുന്നത്. ഇതേ സമയം സ്റ്റെഫാൻ മുറിച്ചെടുത്ത ചിറകുകളുമായിട്ട് ഹെൻറി രാജാവിന്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നു. രാജാവെന്ന നിലയിൽ താങ്കൾ പ്രജകൾക്ക് കൊടുത്ത വാക്ക് ഞാൻ നിറവേറ്റി. ഞാൻ അവളെ കൊന്നുവെന്ന് സ്റ്റെഫാൻ രാജാവിനോട് പറയുന്നു. അതിന് തെളിവായിട്ട് ആ മുറിച്ച ചിറകുകൾ അയാൾ രാജാവിനെ കാണിക്കുന്നു. അങ്ങനെ ഹെൻറി രാജാവ് തന്റെ വാക്കുപാലിച്ച് സ്റ്റെഫാന്റെ സ്റ്റാറ്റസ് നോക്കാതെ അവന് തന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് അവനെ ആ രാജ്യത്തിന്റെ രാജാവായി വാഴിക്കുന്നു. തന്റെ ചിറകു പോയി എന്നതിനാലും തന്റെ കാമുകൻ തന്നെ ചതിച്ചു എന്നതുകൊണ്ടും മെലഫിസന്റ് ആകെ തകർന്നുപോയി. ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു കാക്കയെ കെണി വെച്ച് പിടിക്കുന്നത് മെലഫിസന്റ് കാണുന്നു. മെലഫിസന്റ് തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആ കാക്കയെ ഒരു മനുഷ്യനാക്കി മാറ്റി ആ കെണിയിൽ നിന്നും രക്ഷിക്കുന്നു. തന്നെ രക്ഷിച്ച മെലഫിസന്റിനോട് താൻ ഇതിന് എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇന്നു മുതൽ നീ എന്റെ ചിറകാകണം എന്ന് മെലഫിസന്റ് പറയുന്നു. ചിറകില്ലാത്തത് കൊണ്ട് തനിക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് അവൻ കാക്കയുടെ രൂപത്തിൽ പോയി ഇവൾക്ക് വേണ്ട വാർത്തകളൊക്കെ കൊടുക്കുക എന്നതാണ് മെലഫിസന്റ് എന്റെ ചിറകാകണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. മെലഫിസന്റ് അവന് ദിയാവൽ എന്ന് പേരിടുന്നു. മെലഫിസന്റ് മനസ്സിൽ വിചാരിക്കുന്ന മൃഗമായി മാറാൻ ദിയാവലിന് കഴിയുമായിരുന്നു. ആ സമയത്താണ് സ്റ്റെഫാൻ തന്നെ ചതിച്ചത് മനുഷ്യരാജ്യത്തിന്റെ രാജാവാകാൻ വേണ്ടിയാണെന്ന് മെലഫിസന്റിന് മനസ്സിലാകുന്നത്. ഇതറിഞ്ഞ് ദേഷ്യം വന്ന മെലഫിസന്റ് തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് മൂർസിനെ ഒരു ഇരുണ്ട രാജ്യമാക്കി മാറ്റുന്നു. കാലങ്ങൾ കടന്നുപോയി. സ്റ്റെഫാൻ രാജാവിനും രാജ്ഞിക്കും ഒരു പെൺകുട്ടി ഉണ്ടാവുന്നു. അവളുടെ മാമോദിസ അവർ വലിയ ആഘോഷത്തോടെ നടത്തുന്നു. അവിടെ മെലഫിസന്റും എത്തുന്നു. അവളെ കണ്ടതും സ്റ്റെഫാന് അവളെ ഫേസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്. അവൾ കുട്ടി കിടക്കുന്ന തൊട്ടിലിനടുത്തേക്ക് പോയപ്പോൾ അത് കുട്ടിയെ ഉപദ്രവിക്കാനാണെന്ന് കരുതി അവൻ അത് വേണ്ട എന്ന് പറയുന്നു. എങ്കിലും മെലഫിസന്റ് അതൊന്നും വകവെക്കാതെ ആ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. കുട്ടിയുടെ പേര് ഒറോറ എന്നായിരുന്നു. നല്ല സുന്ദരിയായ ആ കുട്ടിയെ കണ്ട് ഇവൾ വളരെ സുന്ദരിയായി വളരും, ഇവളെ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് മെലഫിസന്റ് പറയുന്നു. ഇത് കേട്ട് ആശ്വസിച്ചു നിന്ന രാജാവും രാജ്ഞിയും അവളുടെ അടുത്ത വാക്കുകൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഈ കുട്ടിക്ക് 16 വയസ്സാകുന്ന ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇവളുടെ വിരലിൽ ചർക്കയുടെ സൂചി കൊണ്ട് ഇവൾ ഉറക്കത്തിലേക്ക് വീഴും. ആ ഉറക്കം കോമ അവസ്ഥ പോലെ വർഷങ്ങൾ തുടരും. അതുപോലെ ഭൂമിയിലുള്ള ആർക്കും ഈ ശാപം തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇത് കേട്ട് പേടിച്ച സ്റ്റെഫാൻ അങ്ങനെ ശപിക്കരുത് എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. അപ്പോൾ അവൾ അതിനൊരു പ്രതിവിധി പറയുന്നു. അതായത് ഇങ്ങനെ ഉറക്കത്തിലേക്ക് വീഴുന്ന ഈ കുട്ടിക്ക് എന്നൊരാൾ യഥാർത്ഥ സ്നേഹത്തോടെ ഉമ്മ നൽകുന്നോ അന്ന് അവൾ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. കാരണം സ്റ്റെഫാൻ തന്നെ ചതിച്ചതോടെ മെലഫിസന്റിന് മനസ്സിലായി, അതായത് മനുഷ്യരുടെ ഇടയിൽ യഥാർത്ഥ സ്നേഹമെന്നൊന്നില്ലെന്ന്. അതിനുശേഷം മെലഫിസന്റ് അവിടെ നിന്നും പോകുന്നു. രാജാവ് ഇത് കേട്ട് വല്ലാതെ പേടിച്ചു പോകുന്നു. അദ്ദേഹം രാജ്യത്തെ എല്ലാ ചർക്കകളും കത്തിച്ചു കളയാൻ ഉത്തരവിടുന്നു. എല്ലാവരും അത് കത്തിച്ചു കളയുന്നു. അതുപോലെ 16 വയസ്സുവരെ കുട്ടി കൊട്ടാരത്തിൽ നിന്ന് മാറി വേറെ ഒരിടത്ത് വളരട്ടെ എന്ന് തീരുമാനിച്ചു. മൂർസിലെ ആ 3 ഫെയറികളില്ലേ, ആ റോസ്, ഗ്രീൻ, ബ്ലൂ, അവർക്ക് തന്റെ മകളായ ഒറോറയെ നൽകുന്നു. ഇവൾ രാജകുമാരിയാണെന്നറിയാതെ ഒരു സാധാരണക്കാരിയായിട്ട് ദൂരെ എവിടെയെങ്കിലും വളരട്ടെ എന്നും അവൾക്ക് 16 വയസ്സും 1 ദിവസവും ആയ ശേഷം മാത്രം അവളെ തിരിച്ചു കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാനും സ്റ്റെഫാൻ ഉത്തരവിടുന്നു. കുട്ടിയെ ആ ഫെയറികളുടെ കയ്യിൽ സുരക്ഷിതയായി ഏൽപ്പിച്ച ശേഷം രാജാവ് തന്റെ പടയാളികളെ മെലഫിസന്റിനെ കൊല്ലാനായിട്ട് വിടുന്നു. ഇതറിഞ്ഞ മെലഫിസന്റ് മൂർസിനു ചുറ്റും മരത്തിന്റെ വേരുകൾ കൊണ്ടുള്ള വലിയ ഒരു മതിലുണ്ടാക്കുന്നു. അതുവഴി മനുഷ്യർക്ക് കടക്കാൻ പറ്റില്ലായിരുന്നു. പടയാളികൾ ആ മതിലിന് തീയിടുന്നു. പക്ഷേ എന്നിട്ടും അവർക്കത് തകർക്കാൻ പറ്റിയില്ല. എന്ന് മാത്രമല്ല, ജീവനുള്ള ആ വൃക്ഷത്തിന്റെ വേരുകൾ അവിടെ ഉണ്ടായിരുന്ന തീക്കനലൊക്കെ ഈ പടയാളികളുടെ ദേഹത്തേക്ക് ഇടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അവരുടെ രാജ്യത്തേക്ക് തന്നെ പോകുന്നു. ഇതേ സമയം ദിയാവൽ ഒറോറയെ ആ 3 ഫെയറികൾ ഒരിടത്ത് വളർത്തുന്നതായി കണ്ടെത്തി. ആ വിഷയം മെലഫിസന്റിനെ അറിയിക്കുന്നു. പടയാളികൾ തോറ്റ് തിരിച്ചു വന്ന കാര്യം കേട്ട് രാജാവിന് വല്ലാത്ത ദേഷ്യം വന്നു. അയാൾ മെലഫിസന്റിനെ കൊടുക്കാൻ അയാളുടെ മനസ്സിൽ എന്തോ ഒരു പദ്ധതി ഒരുക്കുന്നു.
ഇതേ സമയം ആ ഫെയറീസ് മനുഷ്യന്മാരുടെ രൂപമെടുത്ത് ഒറോറയെ വളർത്താൻ തുടങ്ങി. മെലഫിസന്റ് അവിടെ എത്തി ഒറോറയെ കാണുന്നു. അവൾ മുഖത്ത് ഭാവമാറ്റങ്ങളൊക്കെ വരുത്തി കുട്ടിയെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒറോറ ഇതെല്ലാം കണ്ടിട്ട് നിഷ്കളങ്കമായിട്ട് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. കാലങ്ങൾ കടന്നുപോയി. മെലഫിസന്റും ദിയാവിലും ഒറോറയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒറോറ ഒരു തുറന്ന പ്രദേശത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ കൂടെ നമ്മുടെ റോസ്, ഗ്രീൻ, ബ്ലൂ ഫെയറീസ് ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ മനുഷ്യരുടെ വേഷത്തിലാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അവർ മിക്കപ്പോഴും എന്തെങ്കിലും കാര്യം പറഞ്ഞ് പരസ്പരം വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒറോറയ്ക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാറില്ലായിരുന്നു. കുട്ടി ഒരു പൂമ്പാറ്റയുടെ പുറകെ ഓടിക്കളിച്ച് നടക്കുകയാണ്. ഫെയറീസ് അവിടെ എന്തിൻ്റെയോ പേരിൽ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒറോറ നടന്ന് അവിടെയുള്ള ഒരു വലിയ കൊക്കയിലേക്ക് വീഴുന്നു. പക്ഷെ ഇതെല്ലാം മാറി നിന്ന് കണ്ടുകൊണ്ടിരുന്ന മെലഫിസന്റ് തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവളെ ഒരു മരത്തിൽ തട്ടി നിർത്തിയിട്ട് പതിയെ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അവളെ രക്ഷിക്കുന്നു. മെലഫിസന്റിന് ആ കുട്ടിയുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മെലഫിസന്റ് ഒരു നല്ല മനസ്സുള്ളവളാണ്. പക്ഷേ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരുടെ സ്വഭാവമാണ് അവൾക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തത്. വർഷങ്ങൾ കടന്നു പോകുന്നു. ഒറോറ ഒരു വലിയ പെണ്ണായിക്കൊണ്ടിരിക്കുന്നു. മെലഫിസന്റ് പറഞ്ഞതുപോലെ അവൾ ആരും സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സുന്ദരിയായി മാറിക്കഴിഞ്ഞിരുന്നു. നമ്മുടെ റോസ്, ഗ്രീൻ, ബ്ലൂ ഫെയറീസ് ഇവളുടെ കാര്യം ശരിക്കും നോക്കാത്തത് കൊണ്ട് മെലഫിസന്റ് ആണ് മറഞ്ഞിരുന്നുകൊണ്ട് ഇവക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. ഇക്കാര്യം നമ്മുടെ ഫെയറീസിനൊന്നും അറിയത്തില്ല. ഒറോറയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരുന്നത് മൂർസിനടുത്തായിരുന്നതുകൊണ്ട് അവൾ ഒരിക്കൽ മൂർസിന് ചുറ്റുമുള്ള വലിയ വേരുകൾ കൊണ്ടുള്ള മതിൽ കാണുന്നു. അതിനുള്ളിൽ എന്താണെന്ന് അവൾക്ക് അറിയാൻ വല്ലാത്ത ആഗ്രഹം തോന്നി. പക്ഷേ ആ മതിൽ കിടന്ന് ഒരു മനുഷ്യനും അകത്തു പോകാൻ പറ്റില്ലല്ലോ. ഒറോറയുടെ ആഗ്രഹം മനസ്സിലാക്കിയ മെലഫിസന്റ് തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവളെ മൂർസിനുള്ളിൽ കൊണ്ടുവരുന്നു. ഒറോറ ഇതുവരെ മെലഫിസന്റിനെ നേരിട്ട് കണ്ടിട്ടില്ല. അവൾക്കറിയാം തന്നെ ആരോ സംരക്ഷിക്കുന്നുണ്ടെന്ന്. ആ ആൾ ഈ കാടിനുള്ളിലാണെന്നും അവൾക്ക് തോന്നി. അവൾ മെലഫിസന്റിനോട് അവളുടെ മുന്നിലേക്ക് വരാൻ പറയുന്നു. മെലഫിസന്റ് അവളുടെ മുന്നിൽ വന്നപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി. മറഞ്ഞിരുന്ന് തന്നെ രക്ഷിക്കുന്ന തന്റെ ദൈവമാണ് മെലഫിസന്റ് എന്ന് അവൾ പറയുന്നു. കാരണം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൾ മെലഫിസന്റിന്റെ നിഴല് പലയിടത്തും കണ്ടിട്ടുണ്ട്. തന്നെ ഇത്രയും കാര്യമായിട്ട് നോക്കുന്ന മെലഫിസന്റിനെ അവൾ ഗോഡ് മദർ എന്ന് വിളിക്കുന്നു. നമ്മുടെ റോസും, ഗ്രീനും, ബ്ലൂവും ഒറോറയോട് പറഞ്ഞിരുന്നത് അവളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി എന്നാണ്. ഇതേ സമയം സ്റ്റെഫാൻ വല്ലാത്ത ഡിപ്രഷനിലായിരുന്നു. അയാളെ ഇപ്പൊ കണ്ട ഒരു രാജാവാണെന്ന് തോന്നുക പോലുമില്ല. മകൾക്ക് 16 വയസ്സാകാറായി എന്ന് ഓർക്കുമ്പോൾ അയാളുടെ പേടി കൂടി വന്നു. ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചിരുന്ന് എങ്ങനെ മെലഫിസന്റിനെ നശിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. അയാളിപ്പോൾ രാജ്യത്തിന്റെ കാര്യത്തിലൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. സ്റ്റെഫാന്റെ ഭാര്യ എന്തോ അസുഖം കാരണം കിടപ്പിലാണ്. അതുപോലും അയാൾക്കൊരു പ്രശ്നമല്ല. മെലഫിസന്റും ഒറോറയ്ക്ക് ലഭിച്ച ശാപവുമായിരുന്നു അയാളുടെ മനസ്സിൽ നിറയെ. ഇതേ സമയം ആളറിയാതെ ഒറോറ മെലഫിസന്റുമായി അടുക്കുന്നു. അവർ തമ്മിൽ ഒരു അമ്മ-മകൾ ബന്ധം ഉടലെടുക്കുന്നു. കൂടുതൽ അടുത്തപ്പോൾ മെലഫിസന്റിന് തന്റെ ശാപം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അവൾക്ക് 16 വയസ്സാകാറായതുകൊണ്ട് മെലഫിസന്റ് തന്റെ ശാപം തിരിച്ചെടുക്കാമെന്ന് തീരുമാനിക്കുന്നു. തന്റെ സകല ശക്തിയും ഉപയോഗിച്ച് ആ ശാപം പിൻവലിക്കാൻ നോക്കിയെങ്കിലും അത് വിജയിച്ചില്ല. കാരണം മെലഫിസന്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ലോകത്തുള്ള ഒരു ശക്തിക്കും ഈ ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന്. താൻ അന്ന് ഈ പാവം കുട്ടിക്ക് നൽകിയ ശാപം ഓർത്ത് മെലഫിസന്റിന് വല്ലാത്ത സങ്കടം തോന്നി. കാരണം അപ്പോൾ അവൾ ഒറോറയെ ജീവന് തുല്യം സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം ഒറോറ മെലഫിസന്റിനോട് ഇങ്ങനെ ചോദിക്കുന്നു. അതായത് മൂർസിലുള്ള എല്ലാവർക്കും തന്നെ ചിറകുകളുണ്ട്, പക്ഷേ മെലഫിസന്റിന് മാത്രം ചിറകുകളില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ മെലഫിസന്റ് ഇങ്ങനെ പറയുന്നു, പണ്ട് എനിക്കും ചിറകുകൾ ഉണ്ടായിരുന്നു. ഞാൻ നടക്കുമ്പോൾ നിലത്ത് മുട്ടുന്ന തരത്തിലുള്ള വലിയ ചിറകുകൾ. ആ ചിറക് വെച്ച് ആകാശത്തിന്റെ വളരെ മുകളിൽ വരെ ഞാൻ പോകുമായിരുന്നു. അതെന്റെ ഒരു വലിയ ശക്തിയായിരുന്നു. പക്ഷേ ഒരിക്കൽ ആ ചിറകുകൾ ആരോ മോഷ്ടിച്ചു. താൻ ഇതുവരെ ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കാതിരുന്ന ഈ കാര്യങ്ങളൊക്കെ ഒറോറയോട് പറഞ്ഞപ്പോൾ മെലഫിസന്റ് വളരെ ഇമോഷണലായി. ഒറോറയ്ക്ക് തന്റെ ഗോഡ് മദറിനോടുള്ള സ്നേഹം കൂടി വന്നു. അവൾ പറഞ്ഞു, ഞാൻ കുറച്ചുകൂടി വലുതാകുമ്പോൾ അമ്മയുടെ കൂടെ താമസിക്കാൻ ഇവിടെ വരുമെന്ന്. അതിന് നിനക്കിപ്പോൾ വേണമെങ്കിലും വരാമല്ലോ എന്ന് മെലഫിസന്റ് പറയുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവൾക്ക് 16 വയസ്സാകുമെന്നും അപ്പോൾ തന്റെ റോസ്, ഗ്രീൻ, ബ്ലൂ ആന്റിമാരോട് ചോദിച്ചിട്ട് എന്നേക്കുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് വരാമെന്ന് അവൾ പറയുന്നു. അധികം താമസിക്കാതെ അവൾക്ക് 16 വയസ്സാകുമെന്നും തന്റെ ശാപം മൂലം അവൾ കോമയിലായി പോകുമല്ലോ എന്നുമൊക്കെ ഓർത്ത് മെലഫിസന്റ് വല്ലാതെ ദുഃഖിക്കുന്നു. ഒരു ദിവസം ഒറോറ കാട്ടിൽ വെച്ച് ഒരാളെ പരിചയപ്പെടുന്നു. അയാളുടെ പേര് ഫിലിപ്പ് എന്നാണ്. അവൻ ഒരു രാജകുമാരനായിരുന്നു. അവൻ സ്റ്റെഫാൻ രാജാവിനെ കാണാൻ പോയപ്പോൾ വഴിതെറ്റി കാട്ടിൽ വന്നതായിരുന്നു. ഒറോറ ഫിലിപ്പിന് വഴി കാണിച്ചു കൊടുക്കുന്നു. അവർക്ക് പരസ്പരം ഒരു ഇഷ്ടം തോന്നുന്നു. ഇതെല്ലാം മെലഫിസന്റും ദിയാവലും കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ദിയാവലിന് വല്ലാത്ത സന്തോഷമായി. കാരണം ഫിലിപ്പ് ഒറോറയെ പ്രേമിക്കുകയാണെങ്കിൽ ഒറോറ കോമയിൽ പോയാൽ തന്നെ ഫിലിപ്പിന്റെ ഉമ്മ കൊണ്ട് അവർക്ക് ശാപമോക്ഷം ലഭിക്കും. അപ്പം മെലഫിസന്റ് പറയുന്നു, ഞാൻ പറഞ്ഞത് യഥാർത്ഥ സ്നേഹത്തോടെയുള്ള ഉമ്മ എന്നാണ്. മനുഷ്യർക്ക് യഥാർത്ഥ സ്നേഹമെന്നൊന്നില്ല, അതിനാൽ അവൾക്ക് ശാപമോക്ഷം കിട്ടില്ല എന്നും അവൾ പറയുന്നു. ഒറോറ വീട്ടിൽ പോയിട്ട് അവളുടെ റോസ്, ഗ്രീൻ, ബ്ലൂ ഫെയറീസിനോട് പറയുന്നു അവൾക്ക് 16 വയസ്സ് തികയുന്ന അന്ന് അവൾ മെലഫിസന്റിന്റെ കൂടെ താമസിക്കാൻ പോകുമെന്ന്. ഇത് കേട്ട് ഫെയറീസ് ഞെട്ടിപ്പോന്നു. ഈ സംസാരത്തിനിടയിൽ ഒരു ഫെയറി അബദ്ധത്തിൽ പറയും, നീ എവിടെയും പോകണ്ട, നിന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിക്കാമെന്ന്. തന്റെ മാതാപിതാക്കൾ മരിച്ചുപോയി എന്ന് കരുതിയിരുന്ന ഒറോറയ്ക്ക് ഇതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അവൾ നിർബന്ധിച്ചപ്പോൾ നമ്മുടെ ഫെയറീസ് നടന്ന കാര്യങ്ങളെല്ലാം ഒറോറയോട് പറയുന്നു.
അവൾ അങ്ങനെ തന്റെ മാതാപിതാക്കളെക്കുറിച്ചും തനിക്ക് കിട്ടിയ ശാപത്തെക്കുറിച്ചും തന്നെ ശപിച്ച ഒരു മന്ത്രവാദിനിയെക്കുറിച്ചും ഒക്കെ അറിയുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവർ മന്ത്രവാദിനി എന്ന് പറയുന്നത് തന്റെ ഗോഡ് മദർ മെലഫിസന്റിനെയാണെന്ന്. അവൾ മെലഫിസന്റിന് അടുത്തേക്ക് പോയി അവൾ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്നു. അതെല്ലാം സത്യമാണെന്ന് അവൾ സമ്മതിക്കുന്നു. ഇത് കേട്ടതും ഒറോറ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവൾ നേരെ മനുഷ്യരുടെ രാജ്യത്തേക്ക് ചെന്ന് കൊട്ടാരത്തിലേക്ക് പോകുന്നു. താൻ രാജകുമാരിയാണെന്നും പറഞ്ഞ് അവൾ തന്റെ അച്ഛനായ സ്റ്റെഫാൻ രാജാവിനെ കാണാനുള്ള അനുവാദം നേടിയെടുക്കുന്നു. അവൾ തന്റെ അച്ഛനെ കണ്ട് വല്ലാതെ സന്തോഷിക്കുന്നു. പക്ഷേ അവൾ അവളുടെ 16ാം പിറന്നാളിന്റെ അന്ന് എത്തിയതുകൊണ്ട് സ്റ്റെഫാൻ വളരെ അസ്വസ്ഥനായിരുന്നു. കാരണം ആ ഫേറീസിനോട് ഇവളെ പിറന്നാൾ കഴിഞ്ഞ് ഒരു ദിവസത്തിനു ശേഷം മാത്രം പുറത്തുവിടാനാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഒറോറയെ മുറിയിൽ പൂട്ടിയിടാൻ രാജാവ് ഉത്തരവിടുന്നു. 16ാം വയസ്സ് തികയുന്ന ദിവസം അവളുടെ കയ്യിൽ ചർക്കയുടെ സൂചി കൊണ്ടിട്ട് അവൾ മയങ്ങിപ്പോകുമെന്നാണ് ശാപം. ആ സൂചി കൊള്ളുന്നത് എങ്ങനെയും അവോയ്ഡ് ചെയ്യണം എന്നതുകൊണ്ടാണ് രാജാവ് അവളെ പൂട്ടിയിടാൻ പറഞ്ഞത്. പക്ഷേ സ്റ്റെഫാൻ അറിയില്ലല്ലോ എന്ത് ചെയ്താലും ശപിച്ചതുപോലെ നടക്കുമെന്ന്. മുറിയിൽ പൂട്ടിയിട്ട ഒറോറ അവിടെ നിന്നും രക്ഷപ്പെട്ട് പണ്ട് ചർക്കകൾ കൂട്ടിയിട്ട് കത്തിച്ച മുറിയില്ലേ അവിടെ വരുന്നു. രാജാവ് രാജ്യത്തെ എല്ലാ ചർക്കകളും കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്നു. കാരണം ഒറോറ ഫെയറീസിന്റെ കൂടെ ആയതിനാൽ കൊട്ടാരത്തിൽ വന്ന് ഈ സൂചികൾ അവളുടെ കയ്യിൽ കൊള്ളില്ല എന്ന് രാജാവിന് അറിയാമായിരുന്നു. പക്ഷേ ആ ശാപത്തിന്റെ ശക്തി അവളെ 16ാം പിറന്നാൾ ദിവസം കൊട്ടാരത്തിന്റെ ഈ മുറിയിലെത്തിച്ചു. ഒറോറ അവിടെ കണ്ട ഒരു സൂചിയിൽ കൈവച്ച് അമർത്തുന്നു. കയ്യിൽ സൂചി കൊണ്ടതും അവൾ മയങ്ങി വീഴുന്നു. ഇങ്ങനെ കോമയിൽ പോയ അവൾ രക്ഷപ്പെടണമെങ്കിൽ യഥാർത്ഥ സ്നേഹത്താലുള്ള ഒരു ഉമ്മ കിട്ടണമല്ലോ. അതല്ലെങ്കിൽ അവൾ ഇങ്ങനെ കിടന്ന് മരിച്ചു പോകും. തന്റെ ശാപം പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കിയ മെലഫിസന്റും ദിയാവലും ഫിലിപ്പ് രാജകുമാരനെ കണ്ടുപിടിച്ച് തന്റെ മാന്ത്രിക വിദ്യ കൊണ്ട് അവനെ മയക്കിയിട്ട് കൊട്ടാരത്തിലേക്ക്, അതായത് ഒറോറയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. കൊട്ടാരത്തില് സ്റ്റെഫാൻ വളരെ ദുഃഖിതനായിരുന്നു. കാരണം ഈ നീണ്ട 16 വർഷങ്ങൾ ശ്രമിച്ചിട്ടും അയാൾക്ക് തന്റെ മകളെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ റോസ്, ഗ്രീൻ, ബ്ലൂ ഫെയറീസ് ഒക്കെ അവിടെ ഉണ്ട്. അതിലൊരാള് രാജാവിനോട് മകൾക്ക് സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുക്കാൻ പറയുന്നു. സ്റ്റെഫാൻ താൻ മെലഫിസന്റിനോട് ചെയ്ത ചതി മനസ്സിൽ ഓർത്തിട്ട് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്ന് പറയുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം താനാണെന്നറിയാവുന്ന സ്റ്റെഫാൻ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. താൻ മെലഫിസന്റിനെ ചതിച്ചില്ലായിരുന്നെങ്കിൽ, അവളുടെ ചിറക് മുറിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് തന്റെ മകൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് അയാൾ ഓർക്കുന്നു. താൻ അവളെ ചതിച്ചതുകൊണ്ടാണ് പാവമായിരുന്ന മെലഫിസന്റ് ക്രൂരമായി പെരുമാറിയതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. മെലഫിസന്റ് ഫിലിപ്പിനെ ഒറോറയുടെ റൂമിലേക്ക് കൊണ്ടുവരുന്നു. അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കരുതി അവനോട് ഒറോറയെ കിസ് ചെയ്യാൻ എല്ലാവരും പറയുന്നു. അവൻ അവളെ ഉമ്മ വെക്കുന്നു. പക്ഷേ അവൾ ഉറക്കം തെളിയുന്നില്ല. കാരണം അവര് തമ്മിൽ കാര്യമായി പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. അവരുടെ ഉള്ളിൽ സ്നേഹം കാര്യമായി ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കണ്ട മെലഫിസന്റിന്റെ കണ്ണു നിറയുന്നു. ഞാനുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് മെലഫിസന്റ് മയങ്ങിക്കിടന്ന ഒറോറയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് അവിടെ ഒന്നും പോകുന്നു. അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ ഒറോറ അവളെ ഗോഡ് മദർ എന്ന് പുറകിൽ വിളിക്കുന്നു. അത് കേട്ടതും തിരിഞ്ഞു നോക്കിയപ്പോൾ മയക്കം തെളിഞ്ഞു കിടക്കുന്ന ഒറോറയാണ് കണ്ടത്. മെലഫിസന്റിന് വളരെ സന്തോഷമായി. മനുഷ്യർക്കിടയിലില്ലാത്ത യഥാർത്ഥ സ്നേഹം അവർക്കിടയിലുണ്ടെന്നറിഞ്ഞ് മെലഫിസന്റിന്റെ കൂടെ ജീവിക്കാൻ അവൾ മൂർസ് രാജ്യത്തേക്ക് വരാൻ ആഗ്രഹിച്ചു. പക്ഷെ അപ്പോഴേക്കും സ്റ്റെഫാന്റെ പടയാളികൾ മെലഫിസന്റിനെ ഇരുമ്പ് ചങ്ങല കൊണ്ടുള്ള വല കൊണ്ട് മൂടുന്നു. ഇരുമ്പ് ദേഹത്ത് തൊട്ടാൽ തൊടുന്ന ഭാഗം ദഹിച്ചു പോകുന്നു നിങ്ങൾക്കറിയാമല്ലോ. ഈ ദൗർബല്യം അറിയാവുന്ന സ്റ്റെഫാൻ അവളെ പിടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരുന്നതാണ് ഈ ഇരുമ്പ് വല. തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ മെലഫിസന്റ് ദിയാവലിനെ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഒരു ഡ്രാഗണാക്കി മാറ്റുന്നു. അവൻ അവന്റെ വായിൽ നിന്നും തീ തുപ്പി അവിടെ നിന്നിരുന്ന പടയാളികളെ എല്ലാം കൊല്ലുന്നു. എന്നിട്ട് മെലഫിസന്റിനെ ആ ഇരുമ്പ് വലയിൽ നിന്നും രക്ഷിക്കുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ കുറേ അധികം പടയാളികൾ വന്നിട്ട് ആ ഡ്രാഗണിനെ പിടിച്ചു കിട്ടുന്നു. അതുപോലെ മെലഫിസന്റിനെ വലിയ ഇരുമ്പിന്റെ പരിചകൾ കൊണ്ട് വളയുന്നു. അങ്ങോട്ടേക്ക് സ്റ്റെഫാൻ വരുന്നു. അവൻ ഇരുമ്പ് കൊണ്ട് ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഒരു പടച്ചട്ടയിട്ടാണ് അവളുടെ മുന്നിൽ വന്നത്. അവൻ മെലഫിസന്റിനെ കൊല്ലാനായി അവളുടെ അടുത്തേക്ക് വരുന്നു. ഇതേ സമയം ഒരു മുറിയിൽ കയറി വിളിച്ച ഒറോറ അവിടുത്തെ ചില്ലുകൂടിനകത്ത് അടച്ചു വെച്ചിരിക്കുന്ന വലിയ 2 ചിറകുകൾ കാണുന്നു. അത് പിടയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ആ കൂട് മറിച്ചിട്ടിട്ട് അത് പൊട്ടിക്കുന്നു. അപ്പോൾ ആ ഗ്ലാസ് തകർന്ന് അതിനകത്തു നിന്ന് ആ ചിറകുകൾ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അത് പറന്ന് റൂമിന് പുറത്തേക്ക് പോയി. അത് പറന്നു വന്നിട്ട് പടയാളികളുടെ ഇടയിൽ നിൽക്കുന്ന മെലഫിസന്റ് ഉണ്ടല്ലോ, മെലഫിസന്റിന്റെ ശരീരത്തിലേക്ക് ചേരുന്നു. അങ്ങനെ മെലഫിസന്റിന് വീണ്ടും തന്റെ ചിറകുകൾ കിട്ടുന്നു. അവൾ ഒന്ന് ചിറകടിച്ചതും അവിടെ നിന്ന് പടയാളികൾ കൊടുങ്കാറ്റടിച്ചതുപോലെ മറിഞ്ഞു വീഴുന്നു. അത്രയും ശക്തിയായിരുന്നു ആ ചിറകുകൾക്ക്. അവൾ ആ ചിറക് ഉപയോഗിച്ച് ഉയർന്നു പറക്കുന്നു. എന്നിട്ട് സ്റ്റെഫാനെ എടുത്തുകൊണ്ട് കൊട്ടാരത്തിന്റെ മുകളിലേക്ക് പോന്നു. താൻ ഒരിക്കൽ സ്നേഹിക്കുകയും എന്നാൽ തന്നെ ചതിക്കുകയും ചെയ്ത സ്റ്റെഫാനെ അവൾക്ക് വേണമെങ്കിൽ കൊല്ലാമായിരുന്നു. പക്ഷേ അവൾ കൊല്ലുന്നില്ല. അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയപ്പോൾ മെലഫിസന്റിനെ സ്റ്റെഫാൻ പുറകിൽ നിന്നും ആക്രമിക്കുന്നു. അവളെ രക്ഷപ്പെടാൻ നോക്കുന്നതിനിടയിൽ അവർ രണ്ടുപേരും കൂടെ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നു. സ്റ്റെഫാൻ അവളെ മുറുകെ പിടിച്ചിരുന്നതുകൊണ്ട് അവൾക്ക് ചിറകുകൾ വിരിക്കാൻ പോലും പറ്റിയില്ല. താഴെ എത്താറായപ്പോൾ മെലഫിസന്റ് സർവ്വശക്തിയും എടുത്ത് തന്റെ ചിറകു വിരിച്ച് പറന്നു പൊങ്ങാൻ നോക്കി. അപ്പോൾ സ്റ്റെഫാൻ പിടുത്തം വിട്ട് താഴെ വീഴുന്നു. അങ്ങനെ അയാൾ മരിച്ചു പോകുന്നു. ഇങ്ങനെ നന്മ ജയിക്കുകയും തിന്മ നശിക്കുകയും ചെയ്തു. അടുത്ത സീനിൽ കാണിക്കുന്നത് മൂർസ് കാടിന് ചുറ്റുമുണ്ടായിരുന്ന വേരുകൊണ്ടുള്ള മതില് മെലഫിസന്റ് തകർത്ത് കളയുന്നതാണ്. ഇപ്പോൾ മൂർസ് പഴയതുപോലെ തന്നെ കളർഫുള്ളാണ്. അവിടെ പച്ചപ്പ് വരുന്നു, അവിടുത്തെ ഇരുട്ടെല്ലാം മാറിപ്പോകുന്നു.
കാട് പൂക്കൾ കൊണ്ട് നിറയുന്നു. അതുപോലെ ഒറോറയെ മെലഫിസന്റ് മൂർസ് കാടിന്റെ രാജ്ഞിയായിട്ട് വാഴിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ അവർ അവിടെ ജീവിക്കുന്നു. ഇങ്ങനെയാണ് 2014 ഇറങ്ങിയ മെലഫിസന്റ് എന്ന ആദ്യ സിനിമ അവസാനിക്കുന്നത്. ഇതിന്റെ ഒരു സീക്വൽ ഇറങ്ങിയിരുന്നു. 2019 ഈ സിനിമയുടെ സംവിധായകൻ വേറെ ആളാണെങ്കിലും ഇത് 2014 മെലഫിസന്റിന്റെ തുടർച്ച തന്നെയാണ്. ഈ സിനിമയുടെ പേരാണ് മെലഫിസന്റ് മിസ്ട്രസ് ഓഫ് ഈവിൾ. മൂർസ് കാടിന്റെ രാജ്ഞിയായ ഒറോറയുടെ കല്യാണം തീരുമാനിക്കുന്നതും അതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. എന്നാൽ പിന്നെ കഥ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടാലോ? സ്റ്റെഫാൻ രാജാവിന്റെ മരണത്തിന് 5 വർഷത്തിനു ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. സിനിമയുടെ ആദ്യ സീനിൽ കാണിക്കുന്നത് 3 പേര് മൂർസ് കാട്ടിൽ വന്ന് അവിടുത്തെ കുഞ്ഞ് മാന്ത്രിക ജീവികളെ മോഷ്ടിക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ അവിടെ മെലഫിസന്റ് വരുന്നു. അവിടെ മോഷ്ടിക്കാൻ വന്നവരിൽ 2 പേരെ മെലഫിസന്റ് പിടിച്ചു വെക്കുന്നു. പക്ഷെ ആ ഗ്യാപ്പിൽ മൂന്നാമൻ കൂൺ പോലെ ഇരിക്കുന്ന ഒരു മാന്ത്രിക ജീവിയെ മോഷ്ടിച്ചുകൊണ്ട് ഓടുന്ന വഴിയിൽ അവിടെ കാണുന്ന പ്രകാശമുള്ള ഒരുതരം പൂവും അവൻ പറിച്ചുകൊണ്ട് പോകുന്നു. അവൻ അതുമായിട്ട് പോകുന്നത് അൾസ്റ്റഡ് എന്ന മനുഷ്യന്മാരുടെ രാജ്യത്തേക്കാണ്. അവൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവന് മുന്നിൽ ഒരു ചെറിയ ഡോർ തുറക്കുന്നു. അവൻ അതിലൂടെ ആ മാന്ത്രിക ജീവിയെ അതിനുള്ളിൽ നിൽക്കുന്ന ആൾക്ക് കൊടുക്കുന്നു. അതിനവന് വളരെ തുച്ഛമായിട്ടുള്ള കാശ് മാത്രമാണ് കിട്ടിയത്. അപ്പോഴാണ് അവന്റെ ഡ്രസ്സിൽ വെച്ചിരിക്കുന്ന പൂവ് അകത്ത് നിൽക്കുന്ന ആൾ കാണുന്നത്. അയാൾ ആ പൂവും കൂടെ അവന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. ആ കാലഘട്ടത്തിലെ ആളുകൾ മെലഫിസന്റിനെ ഒരു വില്ലത്തിയായിട്ടാണ് കണ്ടിരുന്നത്. കാരണം ഒറോറയ്ക്ക് ശാപം നൽകിയ കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇതേ സമയം ഒറോറ മൂർസിന്റെ രാജ്ഞിയായിട്ട് ജീവിച്ചു വരുന്നു. അവളാണ് ഇപ്പോൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇപ്പോൾ മൂർസ് പഴയതുപോലെ തന്നെ സുന്ദരവും സമാധാനം നിറഞ്ഞ ഒരു സ്ഥലവുമാണ്. പക്ഷേ അവിടെ നിന്നും മാന്ത്രിക ജീവികൾ കാണാതെ പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ദിവസം മൂർസിലെ എല്ലാവരും കൂടി ഒരു പ്ലാൻ ഇടുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു മുള്ളമന്നി പോലെയുള്ള ഒരു കുഞ്ഞു മാന്ത്രിക ജീവി എന്നും പറഞ്ഞ് ഒറോറയുടെ കിരീടം എടുത്തുകൊണ്ട് ഓടുന്നു. അവൻ അത് ഉരുട്ടിക്കൊണ്ട് പോയിട്ട് ഇലകൾ കാരണം തടി പോലും കാണാൻ പറ്റാത്ത ഒരു മരത്തിനടുത്തേക്ക് ഒറോറയെ കൊണ്ടുപോകുന്നു. അവിടെ ഫിലിപ്പ് രാജകുമാരൻ നിൽപ്പുണ്ടായിരുന്നു. അതായത് ഇതെല്ലാം ഫിലിപ്പിന്റെ പ്ലാൻ ആയിരുന്നു. അവിടെ വെച്ച് ഫിലിപ്പ് ഒറോറയെ പ്രപ്പോസ് ചെയ്യുന്നു. വളരെ സന്തോഷവതിയായ ഒറോറ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. കാട്ടിലെ ജീവികളെല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഇലകൾ പോലെ ഇരുന്നതെല്ലാം പച്ച നിറത്തിലുള്ള ചീവീടുകളായിരുന്നു എന്ന്. എല്ലാവരും പറന്നും ഡാൻസ് കളിച്ചും ഒക്കെ സന്തോഷിക്കുന്നു. ഇതെല്ലാം കാക്കയുടെ രൂപത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് ദിയാവൽ കാണുന്നുണ്ടായിരുന്നു. ദിയാവൽ ഇക്കാര്യം മെലഫിസന്റിനോട് പറയാൻ വേണ്ടി പോകുന്നു. വളരെ മയത്തിൽ ഈ കാര്യം അവതരിപ്പിച്ചെങ്കിലും ഇത് കേട്ട മെലഫിസന്റിന് വല്ലാത്ത ദേഷ്യം വരുന്നു. അവൾ അപ്പം തന്നെ ഒറോറയെ കാണാൻ വേണ്ടി അവിടെ നിന്നും തിരിക്കുന്നു. ഇതേ സമയം ഫിലിപ്പ് രാജകുമാരൻ ഈ സന്തോഷ വാർത്ത കൊട്ടാരത്തിൽ അറിയിക്കാൻ വേണ്ടി കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൾസ്റ്റഡ് രാജ്യത്തിന്റെ രാജകുമാരനാണ് ഫിലിപ്പ്. അവന്റെ പിതാവ് ആ രാജ്യത്തിന്റെ രാജാവിന്റെ പേരാണ് ജോൺ. രാജ്ഞിയുടെ പേര് ഇൻഗ്രിഡ്. രാജ്ഞിയുടെ വലങ്കയായ ഒരു പെണ്ണുണ്ട്. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ആണാന്നാ. അവളുടെ പേര് ഗെർഡ എന്നാണ്. ഇവരെല്ലാം നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുറിയിലേക്ക് ഫിലിപ്പ് വന്നിട്ട് അവൾ ഒറോറയെ പ്രപ്പോസ് ചെയ്ത കാര്യവും അവൾ അക്സെപ്റ്റ് ചെയ്ത കാര്യവും ഒക്കെ പറയുന്നു. ഇത് കേട്ട് എല്ലാവർക്കും വലിയ സന്തോഷമായി. അതിൽ ഇൻഗ്രിറ്റും സന്തോഷം കാണിക്കുന്നുണ്ടെങ്കിലും അതൊരു അഭിനയം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഈ സന്തോഷത്തിൽ കൊട്ടാരത്തിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നു. അതിലേക്ക് ഒറോറയെയും അവളുടെ ഗോഡ് മദർ മെലഫിസന്റിനെയും ക്ഷണിക്കാൻ ഇൻഗ്രിറ്റ് ഫിലിപ്പിനോട് പറയുന്നു. ഇതേ സമയം ഒറോറയുടെ അടുത്തെത്തിയ മെലഫിസന്റ് അവളുടെ കയ്യിൽ ഫിലിപ്പ് അണിയിച്ചു കൊടുത്ത മോതിരം കാണുന്നു. ഈ തീരുമാനത്തിൽ മെലഫിസന്റ് ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. പക്ഷെ അത് യഥാർത്ഥ സ്നേഹമാണെന്ന് പറഞ്ഞ് ഒറോറ അവരെ വിശ്വസിപ്പിക്കുന്നു. അതുപോലെ അന്നത്തെ ഡിന്നറിന് അവളുടെ കൂടെ ചെല്ലണമെന്നും അവൾ വാശി പിടിക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ മെലഫിസന്റ് അതിന് സമ്മതിക്കുന്നു. അതുമല്ല, താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒറോറയെ ഒറ്റയ്ക്ക് വിടാനും മെലഫിസന്റിന് മനസ്സ് വന്നില്ല. ഇതേ സമയം അൾസ്റ്റഡ് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നു. മെലഫിസന്റ് അങ്ങോട്ടേക്ക് വരുമെന്ന് മനസ്സിലാക്കിയ ഇൻഗ്രിഡ് രാജ്ഞി തന്റെ ആഭരണങ്ങളൊക്കെ വെക്കുന്ന മുറിയിലുള്ള ഒരു രഹസ്യ വാതിൽ തുറന്നിട്ട് ഭൂമിക്കടിയിലുള്ള ഒരു ഇരുമ്പ് ഫാക്ടറിയിലേക്ക് പോകുന്നു. ഇൻഗ്രിഡിനറിയാം മെലഫിസന്റ് പോലെയുള്ള ആളുകൾക്ക് ഇരുമ്പ് വളരെ പ്രശ്നമുള്ള ഒന്നാണെന്ന്. നമ്മളിത് ആദ്യ സിനിമയിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? കഴിഞ്ഞ സിനിമയിൽ സ്റ്റെഫാൻ രാജാവിന് അവരുടെ കൊട്ടാരത്തിലും ഒരു ഇരുമ്പ് ഫാക്ടറി ഉണ്ടായിരുന്നു. അത് മെലഫിസന്റിനെയും മറ്റു മാന്ത്രിക ജീവികളെയും കൊല്ലാനായിരുന്നു. ഇവിടെ ഇൻഗ്രിറ്റിന്റെയും ഉദ്ദേശം അതുതന്നെയാണ്. എല്ലാവരുടെയും മനസ്സിൽ നെഗറ്റീവ് ഇമേജ് ഉള്ള മൂർസിലെ മെലഫിസന്റിനെ കൊന്ന് അതുപോലെ മൂർസിലെ രാജ്ഞിയായ ഒറോറയെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് മൂർസ് സ്വന്തമാക്കുക. അതായിരുന്നു ഇൻഗ്രിറ്റിന്റെ ലക്ഷ്യം. ഈ ഇരുമ്പ് ഫാക്ടറിക്കടുത്ത് ഒരു പരീക്ഷണശാലയുമുണ്ട്. അത് മൂർസിലെ മാന്ത്രിക ജീവികളെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. ലിക്സ്പിറ്റിൽ എന്ന ഒരു മാന്ത്രിക ജീവിയാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. മൂർസിൽ നിന്ന് തന്നെ പണ്ട് പിടിച്ചോണ്ട് വന്ന് ചിറകരിഞ്ഞു കളഞ്ഞ ഒരു മാന്ത്രിക ജീവിയാണ് ലിക്സ്പിറ്റിൽ. ഇപ്പോൾ അവൻ ഇൻഗ്രിറ്റിന്റെ അടിമയാണ്. നമ്മൾ സിനിമയുടെ ആദ്യം കണ്ടില്ലേ, ഒരാൾ ഒരു മാന്ത്രിക ജീവിയും പൂവും ഒക്കെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അയാൾ ഇത് കൊണ്ടുപോയി കൊടുത്തത് ഈ ലിക്സ്പിറ്റിലിനാണ്.
ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന ജീവികളെല്ലാം അവൻ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. അവരിലൊക്കെ ഓരോ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ഇവന്റെ പണി. ഇൻഗ്രിഡ് അങ്ങോട്ടേക്ക് വരുമ്പോൾ അവൻ ആ പ്രകാശമുള്ള പൂവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂർസിനെ തകർക്കാൻ എന്തെങ്കിലും മരുന്ന് റെഡിയായോ എന്ന് ഇൻഗ്രിഡ് ചോദിക്കുമ്പോൾ ഇപ്പോൾ റെഡിയാകും എന്ന് പറഞ്ഞ് എന്നത്തേതും പോലെ ലിക്സ്പിറ്റിൽ രക്ഷപ്പെടുന്നു. ഈ പരീക്ഷണശാലയുടെ അടുത്തുള്ള മുറിയിൽ ഇൻഗ്രിഡ് ചർക്കയുടെ സൂചി സൂക്ഷിച്ചു വെച്ചിരുന്നു. അതായത് അവൾ രണ്ടും കൽപ്പിച്ചാണെന്നർത്ഥം. മൂർസിൽ മെലഫിസന്റ് ദിയാവലിനോട് കൊട്ടാരത്തിൽ എന്നാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരോട് സംസാരിക്കണം എന്നൊക്കെ ചോദിക്കുകയും അതിനുള്ള പ്രാക്ടീസ് എടുക്കുകയും ചെയ്യുന്നു. എപ്പോഴും പല്ല് കാണിച്ച് ചിരിച്ച് സന്തോഷത്തോടെ സംസാരിക്കാൻ ദിയാവല് കോച്ചിങ് കൊടുക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്കൊരു കോച്ചിങ് തരട്ടെ. വീഡിയോ ബാക്ക് അടിക്കാതെ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിക്കാം. വീഡിയോയുടെ താഴെ നോക്കിയാൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണാം അല്ലേ? നിങ്ങൾ പല്ല് കാണിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ കുത്തിക്കേ. അത് തന്നെ, അങ്ങനെ ചെയ്തു കേട്ടോ. സുന്ദരിയായി ഒരുങ്ങി വന്ന ഒറോറയ്ക്കൊപ്പം മെലഫിസന്റും ദിയാവലും അൾസ്റ്റഡ് രാജ്യത്തേക്ക് നടന്നു പോകുന്നു. അവർ നദിയുടെ അടുത്തെത്തിയപ്പോൾ മെലഫിസന്റിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് മരത്തിന്റെ വേരുകൾ വളർന്ന് മറുകരയിലുള്ള രാജ്യം വരെ നീണ്ടുപോകുന്നു. അങ്ങനെ പാലം പോലെ കിടക്കുന്ന ആ വേരിലൂടെ നടന്ന് മറുകര എത്തുന്നു. മെലഫിസന്റ് വരുന്നത് കണ്ട് മനുഷ്യരെല്ലാം പേടിച്ചു പോകുന്നു. ഇവർ അവരെ ആക്രമിക്കാൻ വരികയാണെന്ന് കരുതി ആളുകൾ വീടിനുള്ളിൽ കയറി ഒളിക്കുന്നു. ചിലര് ഇവരെ ആക്രമിക്കാനും നോക്കുന്നു. അൾസ്റ്റഡ് രാജ്യത്തിന്റെ പടത്തലവന്റെ പേരാണ് പെർസിവൽ. അവനായിരുന്നു അന്നത്തെ സുരക്ഷാ ചുമതല. പെർസിവലിന് മെലഫിസന്റിനെ ഒട്ടും ഇഷ്ടമല്ല എന്ന് മുമ്പുള്ള ചില സീനുകളിൽ കാണിക്കുന്നുണ്ട്. രാജകുടുംബം ഒറോറയെയും കുടുംബത്തെയും സ്വാഗതം ചെയ്യുന്നു. കുറച്ചു നേരത്തെ സംസാരത്തിനു ശേഷം അവർ കഴിക്കാനിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്പൂണും ഫോർക്കും എല്ലാം ഇരുമ്പിൻ്റെതായതുകൊണ്ട് താൻ കൈകൊണ്ട് കഴിച്ചോളാമെന്ന് മെലഫിസന്റ് പറയുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻഗ്രിഡ് പണ്ട് മെലഫിസന്റ് ഒറോറയെ ശപിച്ച കാര്യവും ഈ ഇടയ്ക്ക് അൾസ്റ്റഡ് രാജ്യത്തെ ചില ഭടന്മാര് മൂർസിൽ വെച്ച് കൊല്ലപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞ് മെലഫിസന്റിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഫിലിപ്പും ഒറോറയും ചേർന്ന് വിഷയം മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അത് വിജയിക്കുന്നില്ല. ഭടന്മാരെ കൊന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ അവിടെ മൂർസിലെ ജീവികളെ മോഷ്ടിക്കാൻ വന്നതായിരുന്നുവെന്നും അതിനെതിരെയാണ് രാജാവും അധികാരികളും സംസാരിക്കേണ്ടതെന്ന് മെലഫിസന്റ് പറയുന്നു. സംസാരം ഇങ്ങനെ ചൂട് പിടിച്ചു വരുമ്പോൾ ഫിലിപ്പ് ഇൻഗ്രിറ്റിനെയും ഒറോറ മെലഫിസന്റിനെയും ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. പക്ഷേ നടക്കുന്നില്ല. കല്യാണത്തിന് ശേഷം ഒറോറ അൾസ്റ്റഡിൽ താമസിക്കണമെന്ന് രാജ്ഞി പറയുമ്പോൾ അത് മെലഫിസന്റിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ മെലഫിസന്റാണ് ഒറോറയുടെ അച്ഛനായ സ്റ്റെഫാനെ കൊന്നതെന്നും ഇൻഗ്രിറ്റ് പറയുമ്പോൾ തന്റെ കൺട്രോള് പോയിട്ട് മെലഫിസന്റിന്റെ സകല ശക്തിയും പുറത്തു വരുന്നു. അവൾ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവിടെ നിന്ന പടയാളികളൊക്കെ തെറിപ്പിച്ചു കളയുന്നു. പടയാളികൾ അവളെ പിടിക്കാൻ ശ്രമിക്കുന്നു. ഇതേ സമയം ഇൻഗ്രിറ്റ് ശുദ്ധനായ തന്റെ ഭർത്താവ് ജോണിന്റെ പുറകിൽ പേടി കാരണം മറഞ്ഞു നിൽക്കുന്നത് പോലെ അഭിനയിക്കുന്നു. അപ്പോൾ തന്നെ ജോണ് നിലത്ത് കുഴഞ്ഞു വീഴുന്നു. അങ്ങനെ രാജാവ് മയങ്ങിപ്പോകുന്നു. ഇത് മെലഫിസന്റിന്റെ ശാപം കൊണ്ടാണെന്ന് ഇൻഗ്രിറ്റ് പറയുന്നു. ഇത് കേട്ട ഒറോറ ഇൻഗ്രിറ്റിനെ വിശ്വസിച്ച് മെലഫിസന്റിനോട് ശാപം തിരിച്ചെടുക്കാൻ പറയുന്നു. പക്ഷെ താൻ ആരെ ശപിച്ചിട്ടില്ല എന്ന് മെലഫിസന്റ് പറയുന്നു. തന്നെ പിടിക്കാനായി പടയാളികൾ വരുന്നത് കണ്ട മെലഫിസന്റ് അവിടെ നിന്നും പോകാൻ തീരുമാനിക്കുന്നു. ഒറോറയോട് തന്റെ കൂടെ വരാൻ മെലഫിസന്റ് പറയുന്നു. പക്ഷേ ഒറോറ അതിന് തയ്യാറാകാത്തതുകൊണ്ട് മെലഫിസന്റും ദിയാവലും ജനൽ തകർത്ത് പുറത്തേക്ക് പറന്നു പോകുന്നു. ഈ സമയം കൊട്ടാരത്തിന് മുകളിൽ നിൽക്കുന്ന ഗെർഡ മെലഫിസന്റിനെ ഇരുമ്പ് വെടിയുണ്ട കൊണ്ട് വെടിവെക്കുന്നു. അത് ദേഹത്ത് കൊണ്ട മെലഫിസന്റ് പറക്കാൻ പറ്റാതെ കടലിൽ വീഴുന്നു. അപ്പോൾ ദിയാവൽ ഒരു കാക്കയായിട്ട് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മെലഫിസന്റിന്റെ ശക്തി കുറഞ്ഞപ്പോൾ ദിയാവൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മനുഷ്യനായിട്ട് മാറിയിട്ട് മൂർസിന്റെ കാടിനുള്ളിലേക്ക് വീഴുന്നു. അൾസ്റ്റഡ് കൊട്ടാരത്തിൽ മയങ്ങി വീണ ജോൺ രാജാവിനെ രാജാവിന്റെ മുറിയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് ശാപമാണെന്ന് കരുതിയിരുന്നുകൊണ്ട് ഫിലിപ്പ് അമ്മയായ ഇൻഗ്രിറ്റിനോട് അച്ഛനെ ഉമ്മ വെക്കാൻ പറയുന്നു. കാരണം മെലഫിസന്റിന്റെ ശാപം പൊതുവെ പോകുന്നത് സ്നേഹമുള്ള ഉമ്മ കൊണ്ടാണ്. അതറിയാവുന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. മനസ്സില്ലാ മനസ്സോടെ അവർ ജോണിന് ഉമ്മ വെക്കുന്നെങ്കിലും ജോൺ എഴുന്നേൽക്കുന്നില്ല. ജോൺ ഒരു വളരെ നല്ല രാജാവും ഇൻഗ്രിഡ് എപ്പോഴും യുദ്ധം ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്ഞിയുമായിരുന്നു. അതിനാൽ എല്ലാവർക്കും രാജാവിന്റെ ഈ അവസ്ഥയിൽ വലിയ വിഷമം തോന്നുന്നു. ഇത് ശാപമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒറോറ മെലഫിസന്റിനോട് സംസാരിച്ച് ശാപം തിരിച്ചെടുപ്പിക്കാമെന്നും പറഞ്ഞ് മൂസ് കാട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ട മെലഫിസന്റ് കാട്ടിലെത്തിയിട്ടില്ല എന്ന്. ഇതേ സമയം ഗെർഡ തന്റെ വലിയ ബൈനോക്കുലറൊക്കെ വെച്ച് കടലിൽ വീണ മെലഫിസന്റ് മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ കാണുന്നു എന്തോ ഒരു ജീവി കടലിനടിയിലേക്ക് ഊളിയിട്ട് പോയിട്ട് മെലഫിസന്റിനെ രക്ഷിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നു. ഈ വിവരം ഗെർഡ ഇൻഗ്രിറ്റിനോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ ഇൻഗ്രിറ്റിനുണ്ടായിരുന്ന സന്തോഷമെല്ലാം പോയി. അടുത്ത ദിവസം രാവിലെ മെലഫിസന്റിനെ കണ്ടുകിട്ടാതെ ഒറോറ തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് കുതിരപ്പുറത്തു വരുന്നു. രാത്രിയിൽ മൂർസ് കാട്ടിൽ നിന്നിരുന്ന കുതിരയുടെ ദേഹത്ത് നമ്മുടെ മുള്ളം പന്നി കയറിയായിരുന്നു. കുതിര കൊട്ടാരത്തിലെത്തിയപ്പോൾ ആ മുള്ളം പന്നി അവിടെ ചാടുന്നു. അവൻ ഓടിച്ചാടി വഴി അറിയാതെ കൊട്ടാരത്തിനുള്ളിലൂടെയൊക്കെ കറങ്ങി നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ കൊട്ടാരത്തിലെ പൂച്ചയെ കണ്ട് അവൻ പേടിച്ചോടുന്നു. ഓടുന്നതിനിടയിൽ അവനൊരു കുഴി വീണു. അതിലൂടെ തട്ടി അവൻ താഴെ ചെന്ന് വീണതോ ലിക്സ്പിറ്റിലിന്റെ പരീക്ഷണശാലയിലാണ്. ലിക്സ്പിറ്റിൽ അവനെ പിടിച്ച് ഒരു കുപ്പിയിൽ അടച്ചിട്ടു. ഒറോറ വിഷമത്തോടെ വന്നിട്ട് മെലഫിസന്റിനെ കണ്ടില്ല എന്ന് ഇൻഗ്രിറ്റിനോട് പറയുന്നു.
നിന്റെ ചെറുപ്പകാലം മുഴുവൻ നിന്നെ വീട്ടിൽ അടച്ചിട്ട് വളർത്തി നിന്റെ ജീവിതം നശിപ്പിച്ച മെലഫിസന്റ് ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നുവെന്ന് ഇൻഗ്രിറ്റ് പറയുന്നു. ഫിലിപ്പിനെ വിവാഹം കഴിച്ചാൽ ആ സ്നേഹത്തിൽ ഈ വേദനകളൊക്കെ മറന്നു പോകുമെന്നും പറഞ്ഞ് ഇൻഗ്രിറ്റ് അവരുടെ കല്യാണം നടത്താമെന്ന് തീരുമാനിക്കുന്നു. കൊട്ടാരത്തിന് മുകളിൽ നിന്നും ഗെർഡ വലിയ മൈക്കിലൂടെ ഈ കല്യാണ വിവരം രാജ്യത്തുള്ളവരൊക്കെ അറിയിക്കുന്നു. ഈ മൈക്കിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മൂർസിലും കേൾക്കാൻ പറ്റും. അതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞ് നടക്കുന്ന ഒറോറയുടെയും ഫിലിപ്പിന്റെയും കല്യാണത്തിൽ മൂർസിലെ എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് ഗെർഡ അനൗൺസ് ചെയ്യുന്നു. ഇത് കേട്ട മൂർസിലുള്ള എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. ഇനി കാണിക്കുന്നത് മയക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്ന മെലഫിസന്റിനെയാണ്. അവളുടെ ദേഹത്ത് ആ വെടിയുണ്ട കൊണ്ട ഭാഗത്ത് മുറിവും നല്ല വേദനയുണ്ട്. വെളുത്ത പുല്ല് പോലെയുള്ള എന്തോ കൊണ്ട് ഉണ്ടാക്കിയ പ്രത്യേകതരം വഴികൾ കണ്ടപ്പോൾ അവൾ അതിലൂടെ നടക്കുന്നു. അങ്ങനെ കുറച്ചു പോയി കഴിഞ്ഞപ്പോൾ അവൾ തന്നെ പോലെ തന്നെ കൊമ്പും ചിറകും ഒക്കെ ഉള്ളവരെ കാണുന്നു. അതില് ബോറ എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. അവൻ അവിടെയുള്ള ബാക്കിയുള്ളവരോട് നമുക്ക് മനുഷ്യരോട് യുദ്ധം ചെയ്യണമെന്ന് പറയുന്നത് കേട്ടു. കാരണം മനുഷ്യരുടെ ഉപദ്രവം കാരണം അവർ പുറത്തിറങ്ങാനാവാതെ ഇവിടെ വർഷങ്ങളായിട്ട് ഒളിച്ചു താമസിക്കുകയാണ്. അവർക്കെല്ലാവർക്കും പറക്കാൻ അറിയാം, പക്ഷേ മനുഷ്യരെ പേടിച്ചിട്ട് അവർക്ക് ആകാശത്തിൽ പറക്കാൻ പറ്റിയിട്ടില്ല. ബോറയുടെ അഭിപ്രായത്തോട് കോണൽ എന്ന ആള് യോജിക്കുന്നില്ല. കോണലാണ് മെലഫിസന്റിനെ കടലിൽ നിന്നും രക്ഷിച്ചത്. കോണൽ പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ സേഫാണ്. വെറുതെ പുറത്തിറങ്ങി ശക്തരായ മനുഷ്യരോട് യുദ്ധം ചെയ്താൽ നമ്മൾ ജയിക്കില്ല, കാരണം അവർ നമ്മളെക്കാളും ശക്തരാണ്. അപ്പൊ ബോറ പറയുന്നു മനുഷ്യർക്ക് അവരുടെ കയ്യിൽ ഇല്ലാത്ത ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മെലഫിസന്റിനെ ചൂണ്ടിക്കാണിക്കുന്നു. ബോറ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാത്ത കോണലിന് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ബോറ മെലഫിസന്റിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ അവളിൽ നിന്നും അവളുടെ മാന്ത്രിക ശക്തി പുറത്തു വന്നിട്ട് ബോറയെ തെറിപ്പിച്ച് കളയുന്നു. ഇത് കണ്ടപ്പോൾ കോണലിന് കാര്യം മനസ്സിലായി. അതായത് അവർക്കൊന്നുമില്ലാത്ത പ്രത്യേക ശക്തി മെലഫിസന്റിനുണ്ട്. ഇത്തരം ശക്തിയുള്ളവരെ പറയുന്ന പേരാണ് ഡാർക്ക് ഫേ. ഇത്രയുമായപ്പോൾ കോനൽ അവളെയും കൂട്ടി ആ സ്ഥലം മുഴുവൻ ചുറ്റിക്കാണിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മൂർസ് കാട് പോലെ തന്നെയായിരുന്നു ഈ ഭൂമി മുഴുവൻ. പക്ഷെ മനുഷ്യർ എല്ലായിടത്തും കടന്നു കയറി അവിടെ ഉണ്ടായിരുന്ന മാന്ത്രിക ജീവികളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതിൽ നിന്ന് രക്ഷപ്പെട്ടവരൊക്കെയാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. മൂർസ് മാത്രമാണ് പഴയ അവസ്ഥയിൽ തുടരുന്ന ഏക സ്ഥലം. അതുകൊണ്ടാണ് മനുഷ്യർ അവിടവും പിടിച്ചെടുക്കാൻ നോക്കുന്നത്. കോണൽ അവളെ പ്രകാശം കൊണ്ട് പൊതിഞ്ഞ ഒരു വലിയ അസ്ഥികൂടം കാണിക്കുന്നു. അത് ഫീനിക്സിന്റെ അസ്ഥികൂടമായിരുന്നു. ഡാർക്ക് ഫേകളിൽ ഏറ്റവും ശക്തിയുള്ള ആളായിരുന്നു ഫീനിക്സ്. നിങ്ങൾ ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ടില്ലേ, അയാൾ ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വന്നു എന്നൊക്കെ. അതായത് കത്തിച്ച് ചാരമാക്കി കളഞ്ഞിട്ടും ആ ചാരത്തിൽ നിന്നും പറന്നുയർന്ന കക്ഷിയാണ് ഈ ഫീനിക്സ്. മെലഫിസന്റ് ഡാർക്ക് ഫേകളിലെ അവസാനത്തെ പവർഫുൾ ആളാണെന്നും അവൾ ഫീനിക്സിന്റെ അതേ രക്തമാണെന്നും കോനൽ പറയുന്നു. പക്ഷേ എല്ലാ ദുഃഖവും വേദനകളും ഒക്കെ മറന്നാൽ മാത്രമാണ് അവൾക്ക് പൂർണ്ണ ശക്തി പുറത്തെടുക്കാൻ പറ്റൂ. അതായത് കോനൽ പറഞ്ഞു വരുന്നത് ഒറോറയോട് മെലഫിസന്റ് ക്ഷമിക്കണമെന്നാണ്. എന്നാൽ മാത്രമേ അവൾക്ക് സന്തോഷവും മനസ്സിൽ ശാന്തിയും കിട്ടൂ. പക്ഷേ മെലഫിസന്റ് ഒറോറയോട് ക്ഷമിക്കാൻ തയ്യാറല്ലായിരുന്നു. ഇതേ സമയം അവിടെ വന്ന ബോറ ഒറോറയുടെയും ഫിലിപ്പിന്റെയും കല്യാണത്തെക്കുറിച്ച് പറയുന്നു. വളരെ ആർഭാടത്തോടെ നടത്തുന്ന ഈ കല്യാണത്തിന് രാജ്യത്തെ എല്ലാ മനുഷ്യരും പങ്കെടുക്കും. അതുകൊണ്ട് ഈ അവസരം മുതലെടുത്താൽ മനുഷ്യരെ എല്ലാം കൊല്ലാമെന്ന് ബോറ പറയുന്നു. ഈ പറഞ്ഞതെല്ലാം മെലഫിസന്റ് കേൾക്കുന്നു. ഇതേ സമയം കൊട്ടാരത്തിൽ ഒറോറയ്ക്ക് ഇൻഗ്രിറ്റ് രാജ്ഞിയുടെ ഉത്തരവുകളും കൊട്ടാരത്തിലെ വസ്ത്രധാരണ ശൈലിയും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവൾ ഇതെല്ലാം ഫിലിപ്പിന് വേണ്ടിയിട്ട് സമ്മതിക്കുന്നു. ഇതേ സമയം ലിക്സ്പിറ്റിൽ അന്ന് മൂർസിൽ നിന്ന് കിട്ടിയ പൂക്കളില്ലേ, അതിലെ പൊടിയിൽ ഒരു പരീക്ഷണം നടത്തിയിട്ട് വിജയിക്കുന്നു. ആ പൂവിലെ പൊടി വെടിമരുന്നുമായിട്ട് മിക്സ് ചെയ്താൽ ചുവന്ന നിറത്തിലുള്ള ഒരു പൊടി കിട്ടും. ആ പൊടി മൂർസിലുള്ള ഏത് ജീവിയുടെ ദേഹത്തിട്ടാലും ആ ജീവി ഏതിൽ നിന്നാണോ ഉണ്ടായത് അതായിട്ട് മാറും. അതായത് ഒരു ജീവി ഒരു പൂവിൽ നിന്ന് ഉണ്ടായതാണെങ്കിൽ പൊടി ദേഹത്ത് വീണാൽ അവൻ ആ പൂവായിട്ട് മാറും. അപ്പൂപ്പൻ താടിയിൽ നിന്ന് ഉണ്ടായതാണെങ്കിൽ അവൻ അപ്പൂപ്പൻ താടിയായിട്ട് മാറും. ഇത് അവൻ അവിടെ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്ന ജീവികളുടെ ദേഹത്ത് പരീക്ഷിച്ചിട്ട് വിജയിക്കുന്നു. ഇതറിഞ്ഞ ഇൻഗ്രിറ്റ് വളരെ സന്തോഷിച്ചിട്ട് ഇതുപോലെ കുറെ പൗഡർ ഉണ്ടാക്കാൻ പറയുന്നു. കൂടുതൽ പൗഡർ ഉണ്ടാക്കാൻ മൂർസിലെ ആ വെളിച്ചമുള്ള പൂക്കൾ കുറെ വേണ്ടി വരുമെന്ന് പറയുന്നു. അതുകൊണ്ട് രാജ്ഞി ആ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് പടയാളികളെ മൂർസിലേക്ക് അയക്കുന്നു. അത് മൂർസിലെ വളരെ സ്പെഷ്യൽ പൂ ആയതുകൊണ്ട് ആ പൂക്കൾ പറിക്കുന്നത് മെലഫിസന്റിന് മനസ്സിലായി. അവൾ ആ ഗുഹയിൽ നിന്നും മൂർസിലേക്ക് പറക്കുന്നു. ബോറയും അവളുടെ കൂടെ പോകുന്നു. മെലഫിസന്റും ബോറയും മൂർസിലെത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാ പൂക്കളും പടയാളികൾ പറിച്ചിരുന്നു. അവിടെ മറഞ്ഞിരുന്നിരുന്ന പടയാളികൾ ഇരുമ്പ് വെടിയുണ്ടകൾ കൊണ്ട് മെലഫിസന്റിനെ വെടിവെക്കുന്നു. അത് അവളുടെ ശരീരത്തിൽ തറയ്ക്കുന്നതിന് മുമ്പ് തന്നെ കോനൽ അവിടെ പറന്നു വന്നിട്ട് മെലഫിസന്റിനെ പൊതിഞ്ഞു പിടിക്കുന്നു. ആ വെടിയെല്ലാം കോനലിന്റെ ശരീരത്തിലാണ് കൊള്ളുന്നത്. അങ്ങനെ അവൻ മെലഫിസന്റിനെ രക്ഷിക്കുന്നു. മെലഫിസന്റ് തന്റെ ശക്തി ഉപയോഗിച്ചിട്ട് വേരുകൾ കൊണ്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പുറംചട്ട അവരുടെ രണ്ടുപേരുടെയും ചുറ്റും ഉണ്ടാക്കുന്നു. ഇതേ സമയം ബോറ ആ പടയാളികളെ കീഴ്പ്പെടുത്തുന്നു. മരണാസന്നനായ കോനലിനെ എടുത്തുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അവരുടെ ഗുഹയിലേക്ക് തിരിച്ചു പോകുന്നു. മരിക്കുന്നതിന് മുമ്പ് കോനൽ തന്റെ ശരീരത്തിലെ ശക്തികളൊക്കെ മെലഫിസന്റിന് കൊടുക്കുന്നു. ഒറോറയുടെ വിവാഹ ദിവസം മൂർസിലെ എല്ലാ ജീവികളും എല്ലാ പൊട്ടും പൊടിയും ഉൾപ്പെടെ എല്ലാം അൾസ്റ്റഡ് കൊട്ടാരത്തിലേക്ക് വരുന്നു.
മൂർസിലെ ജീവികളെ സ്വീകരിക്കാനായി പ്രത്യേകം പടയാളികളെ നിർത്തിയിരുന്നു. അവരുടെ കൂടെ വന്ന ദിയാവൽ മനുഷ്യനാണെന്നും പറഞ്ഞ് അവന് മൂർസിലെ ജീവികളുടെ കൂടെ എൻട്രി കിട്ടിയില്ല. മൂർസിലെ എല്ലാ ജീവികളെയും അവിടെയുള്ള പള്ളിയിലേക്ക് കയറ്റിവിടുന്നു. അവിടെ വേറെ ആരും ഇല്ലായിരുന്നു. അവർ വരനും വധുവിനും വേണ്ടി കാത്തിരിക്കുന്നു. ഒറോറയുടെ വിവാഹ ദിവസം മൂർസിലെ എല്ലാ ജീവികളും, എല്ലാ പൊട്ടും പൊടിയും ഉൾപ്പെടെ എല്ലാം അൾസ്റ്റഡ് കൊട്ടാരത്തിലേക്ക് വരുന്നു. മൂർസിലെ ജീവികളെ സ്വീകരിക്കാനായി പ്രത്യേകം പടയാളികളെ നിർത്തിയിരുന്നു. അവരുടെ കൂടെ വന്ന ദിയാവൽ മനുഷ്യനാണെന്നും പറഞ്ഞ് അവന് മൂർസിലെ ജീവികളുടെ കൂടെ എൻട്രി കിട്ടിയില്ല. മൂർസിലെ എല്ലാ ജീവികളെയും അവിടെയുള്ള പള്ളിയിലേക്ക് കയറ്റിവിടുന്നു. അവിടെ വേറെ ആരും ഇല്ലായിരുന്നു. അവർ വരനും വധുവിനും വേണ്ടി കാത്തിരിക്കുന്നു. ഇതേ സമയം കൊട്ടാരത്തില് ഒറോറയുടെ റൂമിന്റെ വാതിൽക്കല് ഫിലിപ്പ് വരുന്നു. അവളുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവനൊരു പൂവുമായിട്ടാണ് വന്നത്. അമ്മ ഇൻഗ്രിറ്റിന്റെ റൂമിൽ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞ് അവനൊരു പൂ അവൾക്ക് കൊടുക്കുന്നു. ഇത് മൂർസിലെ സ്പെഷ്യൽ പൂവാണെന്ന് മനസ്സിലാക്കിയ അവൾ ഇതെങ്ങനെ രാജ്ഞിയുടെ കയ്യിൽ വന്നു എന്നറിയാൻ വേണ്ടി രാജ്ഞിയുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെയുള്ള സീക്രട്ട് ഡോർ തുറന്ന് അവള് അണ്ടർഗ്രൗണ്ടിലുള്ള ലിക്സ്പിറ്റലിന്റെ പരീക്ഷണശാലയിലെത്തുന്നു. അവിടെ എത്തിയ അവൾ അടുത്ത റൂമിൽ വെച്ചിരിക്കുന്ന ചർക്കയും അതിലെ സൂചിയും കാണുന്നു. ആ സൂചി കണ്ടപ്പോൾ ഒറോറയ്ക്ക് മനസ്സിലായി, അതായത് അന്ന് അത്താഴത്തിന്റെ സമയത്ത് ഇൻഗ്രിറ്റ് രാജാവിനെ ഈ സൂചി കൊണ്ട് കുത്തിയത് കൊണ്ടാണ് രാജാവിന് ശാപമേറ്റതെന്ന്. അവിടെ കുപ്പിയിലടച്ച ജീവികളെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി മൂർസിൽ നിന്നും കാണാതെ പോകുന്ന മാന്ത്രിക ജീവികളെ രാജ്ഞിയുടെ ആൾക്കാരാണ് പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതെന്ന്. അവൾ ആ ജീവികളെ തുറന്നു വിടാൻ നോക്കിയപ്പോൾ ലിക്സ്പിറ്റിൽ അത് തടയുന്നു. അവന്റെ ദേഹം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവനും മൂർസിൽ താമസിച്ചിരുന്ന ഒരു മാന്ത്രിക ജീവിയായിരുന്നു എന്ന്. കാരണം അവന്റെ ചിറകും ആരോ മുറിച്ചു മാറ്റിയതായിട്ട് ഒറോറ കണ്ടു. എല്ലാ ജീവികളെയും രക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒറോറ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻഗ്രിറ്റ് അങ്ങോട്ടേക്ക് വരുന്നു. അവരെ കണ്ടതും ലിക്സ്പിറ്റിൽ അവിടെ നിന്ന് ഓടി ഒളിക്കുന്നു. നിങ്ങളാണ് രാജാവിനെ ശാപത്തിൽ കുടുക്കിയതെന്ന് ഒറോറ ഇൻഗ്രിറ്റിനോട് പറയുന്നു. അപ്പോൾ ഇൻഗ്രിറ്റ് തനിക്ക് മൂർസ് ദേശത്തോട് എന്തുകൊണ്ടാണ് ദേഷ്യമെന്ന് പറയുന്നു. ചെറുപ്പകാലത്ത് ഇൻഗ്രിറ്റ് തന്റെ ചേട്ടനോടും അച്ഛനോടും ഒപ്പം മൂർസിന്റെ അതിർത്തിയിലുള്ള ഒരു രാജ്യത്താണ് താമസിച്ചിരുന്നത്. അവരുടെ രാജ്യത്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മൂർസിൽ നിന്ന് സാധനങ്ങൾ എടുക്കാമെന്ന് ഇൻഗ്രിറ്റ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആരുമായിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത അവളുടെ അച്ഛൻ രാജാവ് അതിന് സമ്മതിച്ചില്ല. ഒരു ദിവസം ഇത് സംബന്ധപ്പെട്ട ചർച്ചകൾക്കായി രാജാവ് ഇൻഗ്രിറ്റിന്റെ സഹോദരനെ മൂർസിലേക്ക് അയച്ചു. പക്ഷേ അവൻ കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. അവനെ മൂർസിലെ മാന്ത്രിക ജീവികൾ കൊന്നുവെന്നാണ് ഇൻഗ്രിറ്റ് വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഇൻഗ്രിറ്റ് അൾസ്റ്റഡിലെ രാജാവായ ജോണിനെ കല്യാണം കഴിക്കുന്നത്. ജോൺ ആണെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കാത്തയാൾ, സമാധാനം ആഗ്രഹിക്കുന്നവൻ. മകൻ ഫിലിപ്പും അച്ഛനെ പോലെ തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന ആളായിപ്പോയി. അതുകൊണ്ട് മൂർസിനെ പിടിച്ചടക്കാനുള്ള കാര്യങ്ങൾ ഭർത്താവോ മകനോ അറിയാതെ ഇൻഗ്രിറ്റ് ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. അതിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായ മെലഫിസന്റിനെ കൊല്ലാൻ താൻ എന്തും ചെയ്യുമെന്ന് ഇൻഗ്രിറ്റ് പറയുന്നു. ഇവരിതെല്ലാം പറയുമ്പോൾ നമ്മുടെ മുള്ളമന്നി ഉണ്ടല്ലോ, അവൻ അവിടെ ഇരുന്നോണ്ട് കുറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന പടയാളികള് ഇൻഗ്രിറ്റിന്റെ ഓർഡർ അനുസരിച്ച് ഒറോറയെ ഒരു മുറിയിൽ പൂട്ടിയിടുന്നു. ഇതേ സമയം പള്ളിയിലിരിക്കുന്ന മൂർസിലെ ജീവികളെ പടയാളികൾ പള്ളിക്കകത്തിട്ട് പൂട്ടുന്നു. പള്ളിയുടെ ബാൽക്കണി പോലെയുള്ള ഭാഗത്ത് ഗെർഡ പിയാനോ വായിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഒരു പ്രത്യേക ബട്ടൺ ഞെക്കുമ്പോൾ ലിക്സ്പിറ്റിൽ കണ്ടുപിടിച്ച ആ ചുവന്ന പൊടിയില്ലേ, അതിന്റെ ബോംബ് പൊട്ടിക്കൊണ്ടിരുന്നു. അത് ആരുടെയൊക്കെ ദേഹത്ത് വീഴുന്നോ അവരെല്ലാവരും ജീവൻ നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും വസ്തുവായി മാറിക്കൊണ്ടിരുന്നു. പള്ളിയുടെ വാതിൽക്കൽ ഒരു വലിയ ഭാരം വെച്ചിരുന്നതുകൊണ്ട് ആർക്കും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റിയില്ല. ഗെർഡ തന്റെ ഈ കലാപരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. പള്ളിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ട ഒറോറ കല്യാണ ഡ്രസ്സ് കീറിയിട്ട് ഒരു കയറ് പോലെ കെട്ടി ജനലിലൂടെ പുറത്തേക്ക് ഇട്ടിട്ട് നിലവിളിക്കുന്നു. ഇത് കേട്ട് വാതിലിന് പുറത്തു നിന്ന പടയാളികൾ റൂമിലേക്ക് ഓടി വരുന്നു. അവർ വിചാരിച്ചത് അവള് ജനൽ വഴി താഴേക്ക് ചാടിയെന്നാണ്. കാരണം തുണി താഴേക്ക് ഇട്ടിട്ടുണ്ട്. ഈ തക്കത്തിന് റൂമിൽ ഒളിച്ചിരിക്കുന്ന ഒറോറ പടയാളികളെ റൂമിൽ പൂട്ടിയിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ സമയം ദിയാവൽ പള്ളിയിൽ ലോക്കായവരെ രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് ഓടുന്നു. ഫിലിപ്പ് കോമയിൽ കിടക്കുന്ന തന്റെ അച്ഛന്റെ അടുത്തിരുന്ന് സങ്കടപ്പെടുന്നു. ഇൻഗ്രിറ്റ് ഒരു യുദ്ധത്തിന് തയ്യാറായതുപോലെ പടയാളികളെയൊക്കെ കൂട്ടി കൊട്ടാരത്തിന് മുകളിൽ നിൽക്കുന്നു. ഇതേ സമയം ബോറ കോനലിന്റെ കൊലയ്ക്ക് പകരം വീട്ടാനായിട്ട് ഗുഹയിലുള്ള എല്ലാവരെയും കൂട്ടി അൾസ്റ്റഡ് കൊട്ടാരത്തെ ലക്ഷ്യമാക്കി വരുന്നു. അവർ വരുന്നത് കണ്ടതും ഇൻഗ്രിറ്റ് ആ ചുവന്ന പൊടിയുടെ ബോംബ് അവരുടെ മുകളിലേക്ക് എറിയുന്നു. ആ പൊടി ദേഹത്ത് വീണവരൊക്കെ ജീവൻ നഷ്ടപ്പെട്ട് ചാരം പോലെ അന്തരീക്ഷത്തിൽ അലിഞ്ഞുപോയി. കുറെ ആളുകളെ ഇങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ ബോറയും കൂട്ടരും പിൻവാങ്ങാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ വേറൊരു മുറിയിലെത്തിയ ഒറോറ മറ്റു മാർഗമില്ലാതെ തന്റെ മുറിയിൽ നിന്നും തൂക്കിയിട്ടിരുന്ന തുണിയിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങാൻ നോക്കുന്നു. അപ്പോൾ അവൾ പിടിവിട്ടിട്ട് ഗ്ലാസ് തകർത്ത് ഒരു റൂമിലേക്ക് വീഴും. അത് രാജാവ് കോമയിൽ കിടക്കുന്ന മുറിയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഫിലിപ്പിനോട് ഒറോറ അമ്മയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറയുന്നു. രാജാവിനെ സൂചി കൊണ്ട് കുത്തിയ കാര്യവും അവൾ പറയുന്നു. അങ്ങനെ മെലഫിസന്റ് നിരപരാധിയാണെന്ന് ഫിലിപ്പിന് മനസ്സിലാവുന്നു. പിൻവാങ്ങാൻ തീരുമാനിച്ച ബോറയും കൂട്ടരും പെട്ടെന്ന് പ്ലാൻ മാറ്റിയിട്ട് കൊട്ടാരത്തിന്റെ കോട്ടമതിലിന്റെ അടിയിൽ നിന്നും പറന്ന് മുകളിലേക്ക് വന്നിട്ട് പടയാളികളെ ആക്രമിക്കുന്ന തന്ത്രം പ്രയോഗിക്കുന്നു. പക്ഷേ അപ്പോഴും ഇൻഗ്രിറ്റിന്റെ പടയാളികൾ തീയും ആ ചുവന്ന പൊടിയും ഒക്കെ ഉപയോഗിച്ചിട്ട് അവരെ നശിപ്പിച്ചു കളയുന്നു. ചിലതിനെ പടയാളികൾ കയറിട്ട് പിടിച്ച് കെട്ടുകയും ചെയ്യുന്നു. ഒറോറയും ദിയാവലും പള്ളിയുടെ മുന്നിൽ വെച്ചിരുന്ന ഭാരം മാറ്റിയിട്ട്
പള്ളിയുടെ വാതിൽ തുറക്കാൻ നോക്കുന്നു. ഇതേസമയം ഗെർഡ പള്ളിക്കകത്ത് ചുവന്ന പൊടിയുടെ ബോംബ് പൊട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ റോസ് ഗ്രീൻ ബ്ലൂ ഫെയറീസ് ഇല്ലേ, അവര് എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. ബോംബ് ഒരു പ്രത്യേക ഹോളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബ്ലൂ ഫെയറി ബോംബ് വരുന്ന ആ ഹോളിനകത്തേക്ക് കയറിപ്പോന്നു. അങ്ങനെ കയറിപ്പോകുന്നതിനിടയ്ക്ക് ഒരു ബോംബ് വന്ന് അവളുടെ ദേഹത്ത് തട്ടിപ്പൊട്ടുന്നു. അപ്പോൾ അവൾ മരിച്ച് നീല നിറത്തിലുള്ള പൂക്കളും അതിന്റെ ചെടികളും ഒക്കെ ആയിട്ട് മാറുന്നു. അങ്ങനെ ആ ബോംബ് വരുന്ന ഹോള് മുഴുവനും ചെടി കൊണ്ട് നിറയുന്നു. അതുകൊണ്ട് മറ്റു ബോംബുകൾക്ക് പുറത്തേക്ക് വരാൻ പറ്റാതെ അകത്ത് സ്റ്റക്കായി പോകുന്നു. ഗെർഡ അത് ശരിയാക്കാൻ നോക്കുമ്പോൾ മറ്റു ഫെയറികൾ അവളെ ആ ബാൽക്കണിയിൽ നിന്നും വലിച്ചു താഴേക്ക് ഇടുന്നു. ഇതേ സമയം സത്യാവസ്ഥ അറിഞ്ഞ ഫിലിപ്പ് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞ് ഇൻഗ്രിറ്റിന്റെ അടുത്തേക്ക് വരുന്നു. ഇൻഗ്രിറ്റ് ഫിലിപ്പ് രാജകുമാരനെ പിടിച്ചു കെട്ടാൻ പടയാളികളോട് പറയുന്നു. പടയാളികൾ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിലിപ്പ് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നു. പിന്നാലെ പടയാളികളുടെ തലവൻ പെർസിവലും ചാടുന്നു. പള്ളിയുടെ വാതിൽക്കൽ വെച്ചിരുന്ന ഭാരം മാറ്റാൻ നോക്കുന്ന ഒറോറയെയും ദിയാവലിനെയും പടയാളികൾ പിടിക്കുന്നു. പെട്ടെന്ന് ദിയാവൽ ഒരു വലിയ കരടിയായിട്ട് മാറുന്നു. അപ്പോൾ ഒറോറയ്ക്ക് മനസ്സിലായി മെലഫിസന്റ് അവിടെ എവിടെയോ വന്നിട്ടുണ്ടെന്ന്. കാരണം ദിയാവലിന്റെ രൂപം മാറ്റാൻ മെലഫിസന്റിന് മാത്രമേ കഴിയുള്ളൂ. ആകാശത്തിലേക്ക് നോക്കിയ ഒറോറ ഇടിമിന്നൽ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മെലഫിസന്റിനെ കാണുന്നു. ദിയാവൽ കരടിയായപ്പോൾ പള്ളിയുടെ വാതിൽ അടിച്ചു തകർത്തിട്ട് മൂർസിലെ എല്ലാ ജീവികളെയും പള്ളിക്കകത്തു നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു. കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലെത്തിയ മെലഫിസന്റ് തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചിട്ട് എല്ലാവരെയും രക്ഷിക്കാൻ നോക്കുന്നു. അപ്പോഴാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിപ്പിനെയും പെർസിവലിനെയും ബോറ കാണുന്നത്. പറന്നു വന്ന ബോറ പെർസിവലിനെ തട്ടിത്തെറിപ്പിക്കുന്നു. പക്ഷേ പെർസിവൽ തന്റെ തോക്ക് ഉപയോഗിച്ച് ബോറയെ വെടിവെക്കുന്നു. ബോറ അവനെ കൊല്ലാനായിട്ട് അടുത്തേക്ക് വരുമ്പോൾ ഫിലിപ്പ് ബോറയുടെ കഴുത്തിൽ അവന്റെ വാള് മുട്ടിച്ചിട്ട് തന്റെ അമ്മ ഇൻഗ്രിറ്റ് ആണ് ഈ യുദ്ധം തുടങ്ങിയതെന്നും എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണമെന്നും പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഫിലിപ്പും പെർസിവലും ചേർന്നിട്ട് പടയാളികളോട് യുദ്ധം നിർത്താൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം കണ്ട മെലഫിസന്റ് കൊട്ടാരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഇൻഗ്രിറ്റിന്റെ അടുത്തേക്ക് പോകുന്നു. ഇൻഗ്രിറ്റിനെ കൊല്ലാൻ വേണ്ടി നടന്നെടുക്കുന്ന മെലഫിസന്റിനെ അവിടേക്ക് വന്ന ഒറോറ തടയുന്നു. ഇങ്ങനെ അവരെ കൊന്നാല് ഇൻഗ്രിറ്റ് പറഞ്ഞു നടക്കുന്നത് പോലെ തന്നെ മെലഫിസന്റ് ഒരു ക്രൂരയാണെന്ന് ആളുകൾ വിശ്വസിക്കുമെന്ന് ഒറോറ പറയുന്നു. അത് കേൾക്കാതെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയ മെലഫിസന്റിനെ അവൾ അമ്മേ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് മാറ്റങ്ങൾ വന്ന് ഒറോറ പറയുന്നത് അനുസരിക്കുന്നു. ഇതേസമയം ഇൻഗ്രിറ്റ് ആ ചുവന്ന പൊടിയുടെ ബോംബ് വെച്ചിട്ടുള്ള ഒരു അമ്പ് ഒറോറയുടെ നേരെ തൊടുത്തുവിടുന്നു. മെലഫിസന്റ് ഒറോറയെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ അത് മെലഫിസന്റിന്റെ ദേഹത്ത് തറച്ചു കയറുന്നു. ആ നിമിഷം തന്നെ അവൾ ചാരമായി പൊടിഞ്ഞു വീഴാൻ തുടങ്ങി. സങ്കടം സഹിക്കാൻ കഴിയാതെ ഒറോറ അവിടെ ഇരുന്ന് കരയുന്നു. അവളുടെ കണ്ണുനീര് ആ ചാരത്തിലേക്ക് വീഴുന്നു. അപ്പോൾ ഇൻഗ്രിറ്റ് പറയുന്നുണ്ട്, മെലഫിസന്റ് ഒരു മോശമാളായി കാണിക്കാൻ വേണ്ടി അവരാണ് ഒറോറയുടെ ശാപകഥ നാട് മൊത്തം പറഞ്ഞു വരുത്തിയതെന്ന്. ഇൻഗ്രിറ്റിന്റെ പടയാളികൾ ഒറോറയെ പിടിച്ചു വെക്കുന്നു. ഇൻഗ്രിറ്റ് മെലഫിസന്റ് മരിച്ച കാര്യം അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ഒറോറയുടെ കണ്ണുനീര് വീണ ഭാഗത്തു നിന്നും തീ പോലെ എന്തോ ഒന്ന് വളർന്നു വരാൻ തുടങ്ങി. അത് വലുതായിട്ട് ഒരു ഫീനിക്സ് പക്ഷിയായിട്ട് മാറുന്നു. പേടിച്ചുപോയ ഇൻഗ്രിറ്റ് തന്നെ രക്ഷിക്കാൻ വേണ്ടി ഒറോറയെ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുന്നു. ഫീനിക്സ് പക്ഷി ഒറോറയ്ക്ക് അപകടമൊന്നും പറ്റാതെ രക്ഷിക്കുന്നു. ഈ തക്കത്തിന് ഇൻഗ്രിറ്റ് കൊട്ടാരത്തിനകത്തേക്ക് ഓടിക്കയറുന്നു. അവിടെ ബോറയുടെ ആൾക്കാര് ഇൻഗ്രിറ്റിനെ ട്രാപ്പ് ചെയ്യുന്നു. ഒറോറയെ രക്ഷിച്ച ഫീനിക്സ് പതിയെ മെലഫിസന്റ് ആയിട്ട് മാറുന്നു. എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. ഫിലിപ്പ് ഒരു നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ മെലഫിസന്റ് ഒറോറയുടെയും ഫിലിപ്പിന്റെയും കല്യാണത്തിന് സമ്മതിക്കുന്നു. ലിക്സ്പിറ്റിൽ അവിടെ തടവിലുണ്ടായിരുന്ന എല്ലാ ജീവികളെയും മോചിപ്പിക്കുന്നു. അതുപോലെ രാജാവിനെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവൻ ചർക്കയുടെ സൂചി മെലഫിസന്റിന് കൊടുക്കുന്നു. മെലഫിസന്റ് ആ സൂചി നശിപ്പിച്ചതും രാജാവിന്റെ ശാപം തീർന്ന് മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഫിലിപ്പും ഒറോറയും ചേർന്ന് ഇനി മനുഷ്യർ മാന്ത്രിക ജീവികളെ ഉപദ്രവിക്കില്ല എന്ന് വാക്കുകൊടുക്കുന്നു. മെലഫിസന്റ് കൊട്ടാരം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വിവാഹത്തിനായിട്ട് കൊട്ടാരത്തെ ഒരുക്കുന്നു. ശാപം തീർന്നതുകൊണ്ട് മയക്കത്തിൽ നിന്ന് ഉണർന്ന ജോൺ രാജാവ് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നു. കൊട്ടാരത്തിനടുത്തു നിന്നും പിടിച്ച ഇൻഗ്രിറ്റിനെ ബോറയും കൂട്ടുകാരും ഒരു ചെടി വഴി താഴേക്കിടുന്നു. അവൾ അങ്ങനെ മെലഫിസന്റിന്റെ അടുത്ത് വന്ന് വീഴുന്നു. മെലഫിസന്റ് അവളെ ആടാക്കി മാറ്റുന്നു. മെലഫിസന്റ് ബോറയോടും ആ ഗുഹയിൽ താമസിക്കുന്ന എല്ലാവരോടും മൂർസിൽ വന്ന് താമസിക്കാൻ പറയുന്നു. മെലഫിസന്റ് ഒറോറയുടെ മുഖത്തെ മുറിവെല്ലാം മാറ്റി അവളെ നന്നായി ഒരുക്കി ഫിലിപ്പിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ രണ്ട് രാജ്യങ്ങൾ സന്തോഷത്തോടെ ഒന്നിക്കുന്നു. ഇതിനിടയിലൂടെ നടക്കുന്ന ആടായിട്ട് മാറിയ ഇൻഗ്രിറ്റിനെ നമുക്ക് കാണാം. ഒറോറയ്ക്കും ഫിലിപ്പിനും ഒരു കുട്ടി ഉണ്ടായ ശേഷം കാണാമെന്നും പറഞ്ഞ് മെലഫിസന്റ് മൂർസിലേക്ക് പോകുന്നു. ഇപ്പോൾ മൂർസിലാണ് ആ ഗുഹയിലുണ്ടായിരുന്ന എല്ലാവരും കഴിയുന്നത്. അവരുടെ ആഗ്രഹം പോലെ ഇപ്പോൾ അവർക്ക് മനുഷ്യരെ പേടിക്കാതെ ആകാശത്ത് പറക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ നല്ല രീതിയിൽ ഈ കഥ അവസാനിക്കുന്നു. മറ്റൊരു സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനലിന്റെ പേര് മറക്കണ്ട, മലയാളം ഫിലിമി ടോക്ക് 23. അപ്പോൾ see you.